വെൽക്കം ടു യശോദേജു പ്ലാറ്റ്ഫോം. ഇന്ന് നമ്മൾ നോക്കുന്നത് MLTയിലെ ഫസ്റ്റ് മൊഡ്യൂളായ ബേസിക് ലബോറട്ടറി ടെക്നിക്സ് ആണ്. ഇത് പഠിക്കാനായിട്ട് നമുക്ക് SCRT ബുക്ക് തന്നെ ധാരാളം. VHSCയുടെ ലാബിൻ്റെ പുസ്തകം നോക്കി ഫസ്റ്റ് ഒരു ഈ ഒരു ലാബ് സേഫ്റ്റിയും കാര്യങ്ങളും ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂൾ ഒന്ന് കവർ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കിതിൽ ലാബ് സേഫ്റ്റിയുടെ കാര്യത്തിലോട്ട് പോവുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ലാബിൻ്റെ സേഫ്റ്റി മെഷേഴ്സ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. പിന്നെ അതായത് അപകടം എങ്ങനെ ഒഴിവാക്കാം, അതിന് വേണ്ട സൈൻ ബോർഡും കാര്യങ്ങളും, പിന്നെ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, പിന്നെ ഒരു അപകടം വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ഫസ്റ്റ് എയ്ഡാണ് ചെയ്യേണ്ടത്, പിന്നെ ലാബിൻ്റെ ഉള്ളിൽ പാലിക്കേണ്ട കാര്യങ്ങൾ, ഇതെല്ലാമാണ് ഈ ഒരു ലാബ് സേഫ്റ്റിയിൽ ശരിക്കും ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ വേണ്ട സേഫ് ലബോറട്ടറി പ്രാക്ടീസ് മെയിൻലി ഡിപ്പെൻഡ്സ് ഓൺ. സേഫ് ലബോറട്ടറി പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും? ഒന്ന്, അവയർനെസ് ഓൺ സൈൻസ് ആൻഡ് സിമ്പിൾസ് യൂസ്ഡ് ഇൻ എ ലബോറട്ടറി. നമ്മൾ ലാബിനകത്തോട്ട് കയറുമ്പോൾ ഇവിടെയായിട്ട് സൈൻ ബോർഡുകൾ വെച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഹസാർഡസ് ആയിട്ടുള്ള മെറ്റീരിയലിനെ പറ്റിയിട്ട് അതിൻ്റെ ഒരു ഫിഗർ ഉണ്ടാവും. പിന്നെ ഇഗ്നേഷ്യസ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണെങ്കിൽ അതിൻ്റെ അവിടെ ഒരു സിമ്പൽ ഉണ്ടാവും. കൊറസീവ് മെറ്റീരിയൽ ആണെങ്കിൽ കൊറസീവിൻ്റെ സിമ്പൽ ഉണ്ടാവും. പിന്നെ അപകടത്തിന് ഇലക്ട്രിക്കൽ അതിൻ്റെയൊക്കെ അപകടമാണെങ്കിൽ അതിൻ്റെ രീതിയിലുള്ള സിമ്പൽ ഉണ്ടാവും. സോ ഇങ്ങനത്തെ സിമ്പൽസും സൈൻസും ഒക്കെ അതിനെപ്പറ്റി നമ്മൾ അവെയർ ആയിരിക്കണം. പിന്നെ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദി പോസിബിലിറ്റീസ് ഫോർ കോമൺ ലബോറട്ടറി ഹസാർഡ്സ്. കോമൺ ആയിട്ട് നടക്കുന്ന ലബോറട്ടറി ഹസാർഡ്സ് ഒക്കെ ഇല്ലേ, ചെറിയ ഇപ്പം ടെസ്റ്റ് ട്യൂബ് വീണ് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ കയ്യിലോട്ട് ആസിഡോ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആൽക്കലിയോ വീണ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം. സോ ഇങ്ങനെയുള്ള, അല്ലെങ്കിൽ ഇതിങ്ങനെയൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളത് നേരാവണ്ണം യൂസ് ചെയ്തില്ല എങ്കിൽ ഇങ്ങനെയൊക്കെ വരാം. ഇപ്പോൾ ആസിഡ് വെള്ളത്തിലോട്ട് വീഴ്ത്തിയാലോ അല്ലെങ്കിൽ വെള്ളത്തിലോട്ട് ആസിഡ് വീഴ്ത്തിയാലോ എന്തായിരിക്കും സംഭവിക്കുന്നത്. സോ ഇങ്ങനത്തെ നമുക്കറിയാൻ പറ്റുന്ന കോമൺ ലബോറട്ടറി ഹസാർഡ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ സാധ്യതകളെ പറ്റി നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. പിന്നെ പ്രോപ്പർ മാനേജ്മെൻറ്റ് ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റുകൾ. ഇതിൻ്റെ ഉള്ളിൽ വരുന്ന, ഇപ്പോൾ ക്ലിനിക്കൽ ലാബുകളൊക്കെ ആണെങ്കിൽ അവിടെ ബയോമെഡിക്കൽ വേസ്റ്റുകൾ വരും. സോ അതിനെ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യുക, അതിനെ പ്രോസസ്സിങ് ചെയ്യണമെങ്കിൽ അങ്ങനെ, പിന്നെ ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുക. ഡിസ്പോസൽ രീതികളൊക്കെ, അങ്ങനത്തെ പ്രോപ്പർ മാനേജ്മെൻറ്റ് ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റുകൾ അറിഞ്ഞിരിക്കണം. പിന്നെ വരുന്ന ഫസ്റ്റ് എയ്ഡ് പ്രാക്ടീസസ്. എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാമാണ് നമ്മുടെ സേഫ് ലബോറട്ടറി പ്രാക്ടീസിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഭാഗത്തു നിന്നൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നീളത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളായിട്ടായിരിക്കും വരുന്നത്. പക്ഷെ നമുക്കത് നമ്മുടെ തന്നെ ലോജിക്കലി നമുക്കത് അതിൻ്റെ ഉത്തരത്തിലോട്ട് എത്താൻ പറ്റും. സോ വലിയ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പിന്നെ സയൻസ് ആൻഡ് സിമ്പിൾസ്. ഇത് ഇത്രയും നമ്മുടെ ഈ ഒരു പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത് കൃത്യമായിട്ട് പഠിക്കുക. കാരണം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടൊരു എക്സാമിന് ഒരു സൈൻ എടുത്തിട്ട് ആ ഒരു സൈനിൻ്റെ ഫിഗറോട് കൂടിയ ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് ഏത് സൈനാണ് എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു MCQ വന്നു കഴിഞ്ഞു. സോ നമ്മൾ ഈ പിക്ചേഴ്സ് നോക്കി വയ്ക്കുക. ഓക്കെ, to minimize accidents in a laboratory, it has been made mandatory to use signs and symbols in the laboratory. These are used to indicate possible hazard during a procedure. A thorough knowledge on signs and symbols helps the laboratory personnel to deliver his duty properly. These symbols include, ഏതൊക്കെ സിമ്പിൾസാണ് ഉള്ളതെന്നാണ് പറയുന്നത്. These symbols include hazard warning symbols. ഓക്കെ, ഹസാർഡ് വാർണിംഗ് ആയിട്ടുള്ള സിമ്പിൾസും, പിന്നെ സേഫ്റ്റി അല്ലെങ്കിൽ മാൻഡേറ്ററി സിമ്പിൾസും, പിന്നെ പ്രൊഹിബിറ്ററി സിമ്പിൾസ്. ഇങ്ങനെ 3 തരത്തിലുള്ള സിമ്പിൾസ് ആണ് ശരിക്കും നമ്മൾ ലാബിൽ കാണുന്നത്. ഹസാർഡ് വാർണിംഗ് സിമ്പിൾസ് ഉണ്ടാവും, സേഫ്റ്റി അല്ലെങ്കിൽ മാൻഡേറ്ററി സിമ്പിൾസ് ഉണ്ടാവും, പ്രൊഹിബിറ്ററി സിമ്പിൾസ് ഉണ്ടാവും. ഇനി അവരെ എങ്ങനെയാണ് പിക്ടോറിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതിന് ഒരു ചെറിയൊരു ഡെഫിനിഷൻ കൂടി നോക്കി വയ്ക്കുക. ഹസാർഡ് വാർണിംഗ് സിമ്പിൾസ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും? ഹസാർഡ് വാർണിംഗ് സിമ്പിൾസ് ആർ ബ്ലാക്ക് പിക്ചേഴ്സ് ഇൻ യെല്ലോ ഓർ ഓറഞ്ച് ബാക്ക്ഗ്രൗണ്ട്. കണ്ടോ, ഈ ഒരു യെല്ലോ അല്ലെങ്കിൽ ഓറഞ്ച് ബാക്ക്ഗ്രൗണ്ട്, ഇതിപ്പോൾ ഓറഞ്ച് ബാക്ക്ഗ്രൗണ്ട്, ഇത് യെല്ലോ ബാക്ക്ഗ്രൗണ്ട്. ഈ യെല്ലോ അല്ലെങ്കിൽ ഓറഞ്ച് ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്ക് പിക്ചേഴ്സ് ആയിട്ടായിരിക്കും ഹസാർഡ് വാർണിംഗ് സിമ്പിൾസ് വരുന്നത്. ഓക്കെ, അടുത്തത് പിന്നെ സേഫ്റ്റി സിമ്പിൾസ് ആർ റൗണ്ട് വൈറ്റ് പിക്ചേഴ്സ് വിത്ത് ബ്ലൂ ബാക്ക്ഗ്രൗണ്ട്. കണ്ടോ, ഇത് ബ്ലൂ ബാക്ക്ഗ്രൗണ്ടിൽ വൈറ്റ് പിക്ചേഴ്സ് ആണ്, റൗണ്ട് ആണ്. സോ ഇത് കണ്ടപ്പോൾ വെയർ ഗ്ലൗസ് എന്ന് പറയുന്നത് നമ്മൾ അത് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ അത് സേഫ്റ്റി സിമ്പിൾസ്. പിന്നെ വരുന്നത് പ്രൊഹിബിറ്ററി സിമ്പിൾസ് ആർ റൗണ്ട് ബ്ലാക്ക് പിക്ചേഴ്സ് ഇൻ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്. ഇതും വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ വരുന്ന റൗണ്ട് പിക്ചേഴ്സ് തന്നെയാണ്.
വിത്ത് എ റെഡ് എഡ്ജ് ആൻഡ് ഡയഗണൽ ലൈൻ. ഇതിൻ്റെ ചുറ്റും കണ്ട റെഡ് ആയിട്ടുള്ള വശങ്ങളോട് കൂടിയ അരിക് റെഡ് ആയിരിക്കും, പിന്നെ ഒരു ഡയഗണൽ റെഡ് ലൈനും കൂടി ഉണ്ടാവും, അതായത് ക്രോസ് ചെയ്ത് കാണിക്കുന്നത്. ഇത് നമുക്ക് പാടില്ല, പ്രൊഹിബിറ്റഡ് ആണ്. ഓക്കെ, എന്ന് പറയുന്ന സിമ്പിൾസും ഉണ്ട്. സോ ഈ 3 തരത്തിലുള്ള സിമ്പിൾസും പഠിച്ചു വയ്ക്കുക. ഇനി നമ്മൾ കെമിക്കൽസിനെ ലബോറട്ടറിയിൽ ഹാൻഡിൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? അതിൽ പ്രോപ്പർ ഹാൻഡ്ലിംഗ് ആൻഡ് സ്റ്റോറേജ് ഓഫ് കെമിക്കൽസ് ആൻഡ് റിയേജൻസ് ഈസ് നെസസറി ടു പ്രിവെൻറ്റ് ഹസാർഡ്സ്. കെമിക്കൽസ് ആർ സ്റ്റോർഡ് അക്കോർഡിംഗ് ടു ദെയർ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. എങ്ങനെയായിരിക്കണം? അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ കെമിക്കൽസ് ഒക്കെ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യേണ്ടത്, അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണോ അത് ആ രീതിക്ക് വേണം, അതനുസരിച്ചിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, കെമിക്കൽസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ നമ്മൾ ലൈറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള കെമിക്കലുകളുടെ ബോട്ടിൽ ശ്രദ്ധിച്ചറിയാൻ പറ്റും. അത് ഈ നല്ല ഡാർക്ക് ആയിട്ടുള്ള ബോട്ടിൽസിൻ്റെ ഉള്ളിലായിരിക്കും വരുന്നത്. മാത്രമല്ല സൺലൈറ്റിൻ്റെ ആ ഡയറക്റ്റ് എക്സ്പോഷർ വരുന്ന ഭാഗത്തൊന്നും നമ്മൾ അങ്ങനത്തെ റാക്കിലൊന്നും അതിനെ കീപ്പ് ചെയ്യത്തില്ല. അതുപോലെ തന്നെ ആസിഡ്സും ബേസസും ഒക്കെ വെക്കാനായിട്ട് അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി എന്താണോ, അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് അതുമായിട്ട് കെമിക്കലി ക്രോസ് റിയാക്ട് ചെയ്യുന്ന തരത്തിലുള്ള കെമിക്കൽസ് ആണ് ഉള്ളതെങ്കിൽ അതിനെ അങ്ങോട്ട് നീക്കി വയ്ക്കുക. ഓക്കെ, സോ അതിനെ അടുപ്പിച്ച് വെക്കരുത്. അങ്ങനത്തെ രീതിയിൽ അതിൻ്റെ കെമിക്കൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസിൻ്റെ ബേസിലായിരിക്കും കെമിക്കൽസിനെ സ്റ്റോർ ചെയ്യുന്നത്. ഇനി ടൈപ്സ് ഓഫ് കെമിക്കൽസ്, കഴിഞ്ഞ തവണ ക്വസ്റ്റ്യൻ വന്നത് പിക്രിക് ആസിഡിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അതൊരു എക്സ്പ്ലോസീവ് കെമിക്കലാണ്. അപ്പോൾ ഇതിലെ ഫ്ലെയിമബിൾ കെമിക്കൽസും കൊറസീവ് കെമിക്കൽസും ഓക്സിഡൈസിങ് കെമിക്കൽസും എക്സ്പ്ലോസീവ് കെമിക്കൽസും ആണ് നോക്കാനുള്ളത്. ഫ്ലെയിമബിളിന് എക്സാമ്പിൾ അസറ്റോൺ, ഈഥർ, സൈലീൻ, ആൽക്കഹോൾ. കൊറസീവിന് എക്സാമ്പിൾ കോൺസെൻട്രേറ്റഡ് ആസിഡ്സ്, ആൽക്കലീസ്, ഫീനോൾ. ഓക്സിഡൈസിങ് കെമിക്കൽസിന് എക്സാമ്പിൾ പൊട്ടാസ്യം ഡൈക്രോമേറ്റ്, ക്രോമിക് ആസിഡ്, ക്ലോറൈഡ്സ്. എക്സ്പ്ലോസീവ് കെമിക്കൽസിന് എക്സാമ്പിൾ പിക്രിക് ആസിഡ്. ദെൻ റേഡിയോ ആക്റ്റീവ് കെമിക്കൽസ് I-125 അയഡിനാണ്, അയഡിൻ 131, then H3. then carcinogenic chemicals benzidine, orthotoluidine, selenite. toxic chemicals ആണെങ്കിൽ പൊട്ടാസ്യം സയനൈഡ്. ഇനി ഇവരെയൊക്കെ എങ്ങനെയാണ് സ്റ്റോറേജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ കെമിക്കൽസിൻ്റെ ഹാൻഡ്ലിംഗ് കാര്യങ്ങളൊക്കെ നോക്കണം. ലേബൽ ദ കെമിക്കൽസ് വിത്ത് ഹസാർഡ് സിമ്പിൾ ഇൻസ്ട്രക്ഷൻ ഫോർ യൂസ്, സ്ട്രെങ്ത് ആൻഡ് എക്സ്പയറി ഡേറ്റ്. ഇറ്റ് ഈസ് മാൻഡേറ്ററി ഫോർ മാനുഫാക്ചറേഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മുടെ നമ്മൾ ലാബിൽ ഒരു കെമിക്കൽ വന്നു കഴിഞ്ഞാൽ ആ കെമിക്കലിൻ്റെ പുറത്ത് എന്ത് കാണും? ഒരു ലേബൽ ഉണ്ടാവും. ആ ലേബലിൽ സിമ്പിൾ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും അല്ലേ, അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. അതുപോലെ ഹസാർഡ് സിമ്പിൾ, അത് ഏത് ടൈപ്പ് ഹസാർഡ് കോസ് ചെയ്യുന്ന കെമിക്കലാണ് എന്നുള്ള ആ ഒരു ഹസാർഡ് സിമ്പിൾ ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ സ്ട്രെങ്ത്, ആസിഡ് ആയാലും ബേസ് ആയാലും അതിനൊരു സ്ട്രെങ്ത് ഉണ്ടല്ലേ, ഇത്ര പെർസെൻറ്റേജ് എന്നുള്ള രീതിയിൽ. സോ അതിൻ്റെ ആ ഒരു കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രെങ്ത് അതിൽ ലേബൽ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എക്സ്പയറി ഡേറ്റും കൂടെ. പിന്നെ വരുന്നത് ഫ്ലെയിമബിൾ കെമിക്കൽസ്. ഫ്ലെയിമബിൾ കെമിക്കൽസ് എന്ന് പറയുമ്പോൾ ഇവരെങ്ങനെയായിരിക്കും? പെട്ടെന്ന് കത്തിപ്പിടിക്കുന്ന കെമിക്കൽസ് ആയിരിക്കും. സോ അവരെങ്ങനെയായിരിക്കും സ്റ്റോർ ചെയ്യേണ്ടത്? സ്റ്റോർഡ് ഇൻ എ ഫയർ പ്രൂഫ് മെറ്റീരിയൽ കണ്ടെയ്നേഴ്സ് അറ്റ് ഗ്രൗണ്ട് ലെവൽ ഇൻ എ കൂൾ ഡ്രൈ പ്ലേസ് ആൻഡ് ഓൾവേസ് ഹാൻഡിൽ ദം എവേ ഫ്രം ഡയറക്റ്റ് ഫ്ലെയിം. ഇവരെ ഡയറക്റ്റ് ഫ്ലെയിമിൻ്റെ അടുത്തോട്ടൊന്നും വെച്ച് എന്ത് ചെയ്യരുത്, ഹാൻഡിൽ ചെയ്യരുത്. പിന്നെ ഫയർ പ്രൂഫ് ആയിട്ടുള്ള മെറ്റൽ കണ്ടെയ്നേഴ്സിൻ്റെ ഉള്ളിലായിരിക്കണം ഇവരെ സ്റ്റോർ ചെയ്യേണ്ടത്. പിന്നെ കൊറസീവ് കെമിക്കൽസ് ആണെങ്കിൽ ആർ സ്റ്റോർഡ് ഇൻ ആംബർ കളേർഡ് ബോട്ടിൽസ് അറ്റ് ഗ്രൗണ്ട് ലെവൽ. ആംബർ കളർ, ഡാർക്ക് കളർ ബോട്ടിലാണ് നമ്മൾ എന്ത് സ്റ്റോർ ചെയ്യുന്നത്? കൊറസീവ് കെമിക്കൽസിനെ സ്റ്റോർ ചെയ്യുന്നത്. ദെൻ എക്സ്പ്ലോസീവ് കെമിക്കൽസ് ആണെങ്കിൽ ആർ നെവർ ലെഫ്റ്റ് ഇൻ ഡ്രൈ സ്റ്റേറ്റ്. ഓക്കെ, അവരെ ഡ്രൈ സ്റ്റേറ്റിൽ എക്സ്പ്ലോസീവ് കെമിക്കൽസിനെ കീപ്പ് ചെയ്യത്തില്ല. വേറെ ഏതെങ്കിലും ലിക്വിഡിലൊക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ടായിരിക്കും അവർ സൂക്ഷിക്കുന്നത്. കാരണം അവർ ഡ്രൈ സ്റ്റേറ്റിലിരിക്കുമ്പോൾ അതിന് എക്സ്പ്ലോഷൻ്റെ ചാൻസ് കൂടുതലാണ്. ദെൻ റേഡിയോ ആക്റ്റീവ് കെമിക്കൽസ് ആണെങ്കിൽ എങ്ങനെയായിരിക്കണം? എപ്പോഴും ട്രെയിൻഡ് പേഴ്സൺസ് മാത്രമേ അത് ഹാൻഡിൽ ചെയ്യാൻ പാടുള്ളൂ. കാർസിനോജനിക് കെമിക്കൽസ് ആണെങ്കിൽ ക്ലോസ്ഡ് കണ്ടെയ്നേഴ്സിൽ സ്റ്റോർ ചെയ്യുക. എക്സ്പോഷർ ടു സച്ച് കെമിക്കൽസ് ഷുഡ് ബി കെപ്റ്റ് മിനിമം. കാർസിനോജനിക് കെമിക്കൽസ് ഒക്കെ നമ്മൾ ലാബിൽ നമുക്ക് അവരെ യൂസ് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വളരെ മിനിമൽ എക്സ്പോഷർ മാത്രമേ അവരുമായിട്ട് നമ്മൾ വയ്ക്കാവൂ. പിന്നെ ഹൈലി ടോക്സിക് കെമിക്കൽസ് ലൈക്ക് പൊട്ടാസ്യം സയനൈഡ് ആർ കെപ്റ്റ് ലോക്ക്ഡ് ഇൻ കബോർഡ്സ് ആൻഡ് പ്രോപ്പർ ഡോക്യുമെൻറ്റേഷൻ ഈസ് മെയ്ഡ് ഇൻ സ്റ്റോക്ക് രജിസ്റ്റർ. ഭയങ്കരമായിട്ടുള്ള ടോക്സിക് കെമിക്കൽസ് ലൈക്ക് പൊട്ടാസ്യം സയനൈഡ് ഒക്കെ ആണെങ്കിൽ കബോർഡിൽ ലോക്ക് ചെയ്ത് സൂക്ഷിക്കുക. ഡു നോട്ട് ഓപ്പൺ ഫ്ലെയിമബിൾ കെമിക്കൽസ് നിയർ ഫ്ലെയിം. ഒരിക്കലും കത്തിപ്പിടിക്കാൻ ചാൻസ് ഉള്ള കെമിക്കൽസിനെ ഫ്ലെയിമിൻ്റെ അടുത്തോട്ട് വെച്ച് ഓപ്പൺ ചെയ്യരുത്. ഡു നോട്ട് ആഡ് വാട്ടർ ടു ആസിഡ്. ഓക്കെ, വാട്ടർ ആസിഡിലോട്ട് ഒഴിക്കരുത്. ഡു നോട്ട് ആഡ് വാട്ടർ ടു ആസിഡ്. നേരെ തിരിച്ച് വേണം ചെയ്യാനായിട്ട്.
പിന്നെ അവോയ്ഡ് മൗത്ത് പിപ്പറ്റിംഗ്. ഇത് നമ്മൾ +2 മുതലേ കേൾക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് പിപ്പറ്റൊക്കെ വരുന്ന സമയത്ത് നമ്മൾ പിപ്പറ്റിംഗ് ചെയ്യുന്ന സമയത്ത് മാക്സിമം മൗത്ത് പിപ്പറ്റിംഗ് ഒഴിവാക്കുക. നമുക്ക് അതിന് വേണ്ട റബ്ബർ ബബിൾസ് ഉണ്ടാവുമല്ലോ. അല്ലെങ്കിൽ കുറച്ചും കൂടി സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു മൈക്രോ പിപ്പറ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് പിപ്പറ്റ് ചെയ്ത് എടുക്കാവുന്നേ ഉള്ളൂ. ഹ്യൂജ് ക്വാണ്ടിറ്റീസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ബിഗ് ആയിട്ടുള്ള പിപ്പറ്റ് യൂസ് ചെയ്യും. അപ്പോൾ അതിന് നമ്മൾ മൗത്ത് യൂസ് ചെയ്യാണ്ട് നമ്മളല്ലാതെ കൈവച്ച് തന്നെ ഹാൻഡിൽ ചെയ്യുന്ന തരത്തിലുള്ള എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്യുക. പിന്നെ വരുന്നത് ലബോറട്ടറി ഹസാർഡ്സ്. സാധാരണ നമുക്ക് ലാബിൽ വരുന്ന ഹസാർഡ് ഫിസിക്കലുണ്ട്, കെമിക്കലുണ്ട്, ബയോളജിക്കലുണ്ട്, പിന്നെ ഇലക്ട്രിക്കൽ, ഫയർ, റേഡിയേഷൻ ഹസാർഡ്സ് ഇവരെല്ലാം വരുമല്ലോ. ഇപ്പോൾ ഫിസിക്കൽ ഹസാർഡ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ കൈയൊക്കെ മുറിയുകയാണ്, എന്തെങ്കിലുമൊക്കെ ബ്രോക്കൺ ഗ്ലാസ് വെയേഴ്സോ അല്ലെങ്കിൽ കൂർത്ത സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മുടെ കൈ മുറിയാണ്. ഇലക്ട്രിക് ഷോക്കുകൾ കൊണ്ടുവരുന്ന സംഭവവും അതുപോലെ വെറ്റ് ഫ്ലോറിൽ, നനഞ്ഞ ഫ്ലോറിലൊക്കെ വീഴുന്നത്, ബേൺസ്, സ്കാൽഡ്, പിന്നെ ഇതെല്ലാം നമ്മൾ ഫിസിക്കൽ കാറ്റഗറിയിലാണ് പെടുത്തുന്നത്. ബേൺസ് യൂഷ്വലി എങ്ങനെയാണ് വരുന്നത്, പൊള്ളലൊക്കെ വരുന്നത് ഫ്ലെയിമബിൾ കെമിക്കൽസ് യൂസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഫോൾട്ടി ഇലക്ട്രിക് എക്യുപ്മെൻറ്റ്, പെട്ടെന്ന് കേടായ ഏതെങ്കിലും ഇലക്ട്രിക് എക്യുപ്മെൻറ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കൈ പെട്ടെന്ന് പൊള്ളൽ വരത്തില്ലേ, അത്. പിന്നെ ബർണേഴ്സ് യൂസ് ചെയ്യുന്നത്, കൊറസി കെമിക്കൽസ് യൂസ് ചെയ്യുന്നത്, ആൻഡ് ഹോട്ട് ഡ്രൈ ഓബ്ജക്ട്സ്. സ്കാൽഡ്സ് ആർ കോസ്ഡ് ബൈ ഹോട്ട് ലിക്വിഡ്സ്. ഹോട്ട് ലിക്വിഡ് യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് സ്കാൽഡ്സ് സംഭവിക്കുന്നത്. ഇനി ജനറൽ പ്രിക്കോഷൻസ് ടു പ്രിവെൻറ്റ് ഫിസിക്കൽ ഹസാർഡ് ഇൻ എ ലബോറട്ടറി. അപ്പോൾ ഇതെല്ലാം പറഞ്ഞത് ഫിസിക്കൽ ഹസാർഡുകളാണ്. സോ ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? പ്രോപ്പർ സ്റ്റോറേജ് ആൻഡ് ഹാൻഡ്ലിങ് ഓഫ് ഗ്ലാസ് വെയർ. ഗ്ലാസ് വെയർസ് ഹാൻഡിൽ ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യുക. അതുപോലെ തന്നെ സ്റ്റോർ ചെയ്യുന്നത് പ്രോപ്പർ സ്റ്റോറേജിലായിരിക്കണം. ദെൻ അഡോപ്റ്റ് സ്റ്റാൻഡേർഡ് ഇലക്ട്രിഫിക്കേഷൻ മെത്തേഡ്സ്. ഓക്കെ, ഇലക്ട്രിക് സർക്യൂട്ടുകളൊക്കെ കറക്റ്റായിട്ട് എർത്തിങ് ചെയ്യുന്നതും അതുപോലെ അതിൻ്റെ ഇൻസുലേഷൻ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യുക. സോ അതൊക്കെ അതിൻ്റെ SOPs ഒക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. ദെൻ പ്രോപ്പർ സ്റ്റോറേജ് ആൻഡ് ഹാൻഡ്ലിങ് ഓഫ് കെമിക്കൽസ്, പ്രോപ്പർ ഹാൻഡ്ലിങ് ഓഫ് ലാബ് എക്യുപ്മെൻറ്റ്, പ്രിവെൻറ്റ് സ്പില്ലേജ് ഓഫ് ഹോട്ട് ഫ്ലൂയിഡ്സ്, യൂസ് കോട്ട്സ് ചിപ്സ് ടു പ്രിവെൻറ്റ് വയലൻറ്റ് boiling of liquids, use thick walled glass containers and a round bottomed flask for heating purpose, use hazard symbols. ഓക്കെ, അപ്പോൾ ഇത്രയായപ്പോൾ നമ്മുടെ ഫിസിക്കലിൻ്റെ കാര്യം കഴിഞ്ഞു. ഇനി കെമിക്കൽ ഹസാർഡ്സിൽ വരുന്നത്, chemical hazards are caused by physical contact, ingestion, inhalation of chemicals, leads to from minor burns to even life threatening. അതായത് കെമിക്കൽ ഹസാർഡ്സ് ഇപ്പോൾ നമ്മൾ ആസിഡുമായിട്ടുള്ള ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നമ്മുടെ കയ്യിലോട്ട് അറിയാണ്ട് വീഴുന്നതോ, അപ്പോൾ നമ്മൾ ഫിസിക്കൽ കോണ്ടാക്റ്റിൽ വന്നു, അല്ലെങ്കിൽ നമ്മളതിനെ അതിൻ്റെ ഫ്യൂംസ് എന്തെങ്കിലും നമ്മൾ ഇൻഹെയിൽ ചെയ്ത് മൂക്കിൻ്റെ ഉള്ളിലോട്ട് പോകുന്നതോ, അല്ലെങ്കിൽ നമ്മൾ ഈ മൗത്ത് പിപ്പറ്റിംഗ് ഒക്കെ അറിയാണ്ട് ചെയ്യുമ്പോൾ ഉള്ളിലോട്ട് ഇഞ്ചക്ഷനായി ഉള്ളിലോട്ട് കയറുന്നതോ, ഇതെല്ലാം ചെറിയ ചെറിയ ബേൺസ് മുതൽ ആ കെമിക്കലിൻ്റെ, നമ്മൾ യൂസ് ചെയ്യുന്ന കെമിക്കലിൻ്റെ കോൺസെൻട്രേഷൻ അനുസരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് ലൈഫ് ത്രെട്ടനിങ് വരെ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ജനറൽ പ്രിക്കോഷൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കും? അവയർനെസ് ഓൺ ദി ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ലബോറട്ടറി കെമിക്കൽസ്, പ്രോപ്പർ സ്റ്റോറേജ് ഓഫ് കെമിക്കൽസ്, മൗത്ത് പിപ്പറ്റിംഗ് ഷുഡ് ബി അവോയ്ഡഡ്, ഡേഞ്ചറസ് കെമിക്കൽസ് അതായത് ടോക്സിക് കെമിക്കൽസ് ഒക്കെ ആണെങ്കിൽ ആർ കെപ്റ്റ് ഇൻ സ്മോൾ എമൗണ്ട് ഫോർ റുട്ടീൻ യൂസ്. നമ്മൾ എപ്പോഴും കെമിക്കൽസ് ഭയങ്കരമായിട്ടുള്ള ടോക്സിക് കെമിക്കൽസ് ഒക്കെ നമ്മൾ ചെറിയ ചെറിയ ബോട്ടിൽസിൽ മാറ്റി വെച്ചിട്ട് അതിന്നായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ യൂസ് ഹസാർഡ് സിമ്പിൾസ്. ഇനി വരുന്നത് ബയോളജിക്കൽ ഹസാർഡ്സ് ആണ്. എന്തൊക്കെയായിരിക്കും കോസ് ചെയ്യുന്നത്? നമുക്ക് ഈ പറയുന്ന മൈക്രോ ഓർഗാനിസംസ് ഒക്കെ തന്നെയാണ് ബയോളജിക്കൽ ഹസാർഡ്സ് ഉണ്ടാക്കുന്നത്. ലൈക്ക് ഇപ്പോൾ HIV ഇൻഫെക്ഷൻ, അതുപോലെ ഹെപ്പറ്റൈറ്റിസ് B ഇൻഫെക്ഷനൊക്കെ വരുന്നത്, ഹെപ്പറ്റൈറ്റിസ് C ഇൻഫെക്ഷൻ വരുന്നത്, പിന്നെ ട്യൂബർക്ലോസിസ് വരുന്നത്, ഹെർപ്സ് സിംപ്ലെക്സ് വൈറസ് കോസ് ചെയ്യുന്ന അസുഖങ്ങൾ. സോ ഇതെല്ലാം ബയോളജിക്കൽ ഹസാർഡ്സിലാണ് വരുന്നത്. നമ്മൾ ലാബിൽ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ഇവരെയൊക്കെ ഹാൻഡിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് എന്ത് പറ്റും? അത് ആ ഹാൻഡിൽ ചെയ്യുന്ന ആളിലോട്ട് ഹസാർഡസ് ആയിട്ട് മാറും. ഓക്കെ, പിന്നെ കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ, നീഡിൽ പ്രിക്സ് ആൻഡ് കട്ട്സ്, ലബോറട്ടറി ആനിമൽ ബൈറ്റ് ക്യാൻ ഓൾസോ കോസ് ബയോ ഹസാർഡ്. ജനറൽ പ്രിക്കോഷൻസ് എന്തൊക്കെയാണ്? കൺസിഡർ ഓൾ സ്പെസിമെൻസ് ഇൻ ദ ലബോറട്ടറി ആസ് പൊട്ടൻഷ്യലി ഡേഞ്ചറസ്. അതായത് നമുക്ക് ലാബിൽ ഒരു സാമ്പിൾ വരുമ്പോൾ അത് ചിലപ്പോൾ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു സാമ്പിൾ ലാബിലോട്ട് എത്തുന്നത് അല്ലേ. അപ്പോൾ അതിൽ ഒന്നുകിൽ പോസിറ്റീവ് റിസൾട്ട് ആയിരിക്കും, അല്ലെങ്കിൽ അസുഖമൊന്നും കാണത്തില്ല, നെഗറ്റീവ് റിസൾട്ട് ആയിരിക്കും. പക്ഷെ നമ്മൾ ആ നെഗറ്റീവ് റിസൾട്ട് നമുക്ക് അത് ടെസ്റ്റ് ചെയ്ത് ഫൈനലായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അല്ലേ നമ്മുടെ കയ്യിൽ എത്തിപ്പെട്ടത് ശരിക്കും നെഗറ്റീവ് റിസൾട്ടുള്ള
സാമ്പിളാണോ അതോ പോസിറ്റീവായിട്ടുള്ള സാമ്പിളാണോ എന്നുള്ളത്. സോ നമ്മളതിനെ ആ ഒരു ലാഘവത്തിൽ കാണാണ്ട് എല്ലാ സാമ്പിളും എല്ലാ സ്പെസിമനും പൊട്ടൻഷ്യലി ഡേഞ്ചറസ് ആണ്, എല്ലാം പോസിറ്റീവാണ് എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ ഹാൻഡിൽ ചെയ്യുക. യൂസ് ഗ്ലൗസ്, മാസ്ക്, ഏപ്രിൻ ആൻഡ് ഐ പ്രൊട്ടക്റ്റേഴ്സ് ഇൻ ദി ലബോറട്ടറി. ലാബിൽ നമ്മളെപ്പോഴും ഗ്ലൗസ് യൂസ് ചെയ്യുക, മാസ്ക് യൂസ് ചെയ്യുക, ഏപ്രിൻ നമ്മൾ ഫുൾ ബോഡി കവർ ചെയ്യുന്ന ഏപ്രിൻ യൂസ് ചെയ്യുക, ഐ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗൂഗിൾസ് ടൈപ്പ് ഗ്ലാസ്സസ് ഒക്കെ യൂസ് ചെയ്യാം. ദെൻ പ്രോപ്പർ വേസ്റ്റ് ഡിസ്പോസൽ ഓർ മാനേജ്മെൻറ്റ്. അറിയാം നമുക്ക് ഇപ്പോൾ ബ്ലഡുമായിട്ട് ബ്ലഡ് എന്താണ് നമ്മൾ ഈ പറയുന്ന ഓരോ തരത്തിലുള്ള സാമ്പിള് അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കണ്ടെയ്നേഴ്സ്, പിന്നെ ചിലതൊക്കെ നമുക്കിപ്പോൾ ഡിസ്കാർഡഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആവാം, ചിലത് റീയൂസബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആവാം. അപ്പോൾ ഇങ്ങനെ ഓരോ ടൈപ്പ് വേസ്റ്റുകൾ നമുക്ക് ലാബിൻ്റെ ഉള്ളിലോട്ട് വരും. സോ ആ ഓരോ ടൈപ്പ് വേസ്റ്റുകളെയും പ്രോപ്പറായിട്ട് അതിനെ സെഗ്രിഗേറ്റ് ചെയ്ത് അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള ഡിസ്പോസലും വേസ്റ്റ് മാനേജ്മെൻറ്റും പ്രാക്ടീസ് ചെയ്യുക. ദെൻ വാക്സിനേറ്റ് ലബോറട്ടറി സ്റ്റാഫ് എഗെയിൻസ്റ്റ് ഇൻഫെക്ഷസ് ഡിസീസസ് ലൈക്ക് HBV. ലാബിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അറിയായിരിക്കും, ഓൾറെഡി അവർക്ക് ഡയറക്റ്റായിട്ട് ഈസി ആയിട്ട് എക്സ്പോഷർ ആവാൻ ചാൻസ് ഉള്ള ഡിസീസസ് ഏതൊക്കെയാണെന്നുള്ള അവയർനെസ് അവർക്ക് ഓൾറെഡി ഉണ്ടാകും. സോ അവർ അതിൻ്റേതായിട്ടുള്ള വാക്സിൻസ് നേരത്തെ എടുത്തിട്ടുണ്ടാവും. ദെൻ മൗത്ത് പിപ്പറ്റിംഗ് ഷുഡ് ബി അവോയ്ഡഡ്. ഡു നോട്ട് ഈറ്റ്, ഡ്രിങ്ക്, സ്മോക്ക് ഓർ അപ്ലൈ കോസ്മെറ്റിക്സ് ഇൻ ദി ലബോറട്ടറി. പ്രോപ്പർ വാഷിംഗ് ഓഫ് ഹാൻഡ്സ് ആഫ്റ്റർ വർക്ക്. ക്ലീനിങ് ആൻഡ് ഡിസിൻഫെക്ഷൻ ഓഫ് വർക്ക് ബെഞ്ച് ഓൺ കംപ്ലീഷൻ ഓഫ് വർക്ക്. ഓക്കെ, നമ്മളും വർക്കിന് മുന്നേ ശേഷമൊക്കെ കൈയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം. അതുപോലെ നമ്മൾ എവിടെയാണോ വർക്ക് ചെയ്യുന്നത്, ചിലപ്പോൾ എല്ലാ വർക്കുകളും നമുക്ക് ഈ ബയോസേഫ്റ്റി ക്യാബിനറ്റിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കണമെന്നില്ല, നോർമൽ ബെഞ്ച് ടോപ്പിലുള്ള വർക്കുകളും ഉണ്ടാവും. സോ എന്ത് ചെയ്യണം, നമ്മൾ വർക്ക് കഴിഞ്ഞതിന് ശേഷം അവിടെ കൃത്യമായിട്ട് ക്ലീൻ ചെയ്യുക, അതുപോലെ ഡിസിൻഫെക്റ്റ് ചെയ്യുക. പിന്നെ ഇലക്ട്രിക്കൽ ഹസാർഡ്സ് ആർ മെയിൻലി കോസ്ഡ് ബൈ ഫോൾട്ടി ഓപ്പറേഷൻ ആൻഡ് ഇംപ്രോപ്പർ മെയിൻ്റനൻസ് ഓഫ് ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്. ഇറ്റ് മേ റിസൾട്ട് ഇൻ മൈനർ ബേൺസ് ടു സിവിയർ ഇഞ്ചുറീസ് ദാറ്റ് മേ ലെഡ് ടു ഡെത്ത്. ജനറൽ പ്രിക്കോഷൻസ് ടു പ്രിവെൻറ്റ് ഇലക്ട്രിക്കൽ ഹസാർഡ് ഇൻ ദി ലബോറട്ടറി ആർ. അപ്പോൾ ഇലക്ട്രിക്കൽ ഹസാർഡ്സ് അറിയായിരിക്കുമല്ലോ, എന്താണ് പ്രോപ്പറായിട്ടുള്ള മെയിൻ്റനൻസ് ഒന്നും ചെയ്യാണ്ടിരിക്കുമ്പോഴോ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഇൻസുലേഷനൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോയിരിക്കുവാണ്, പിന്നെ സോ മെനി ഫാക്ടേഴ്സ് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുമല്ലോ, ഇലക്ട്രിക്കൽ ഹസാർഡ്സ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ടല്ലോ. സോ അതൊക്കെ ഒന്ന് നന്നായിട്ട് നോക്കുക. പിന്നെ ഇനി അതിലെന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രിക്കോഷൻസ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഓൾ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ് ഷുഡ് ബി പ്രോപ്പർലി ഗ്രൗണ്ടഡ്. എല്ലാം കൃത്യമായിട്ട് ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ടാവണം. ദെൻ ഓവർലോഡ് സർക്യൂട്ട്സ് ഷുഡ് ബി അവോയ്ഡഡ്. ഡു നോട്ട് യൂസ് എക്സ്റ്റൻഷൻ കോഡ്സ്. അപ്പോൾ കൂടുതലായിട്ടുള്ള സർക്യൂട്ടുകൾ, മിതമായിട്ടുള്ള സർക്യൂട്ടുകൾ മാത്രം യൂസ് ചെയ്യുക, ഓവറായിട്ട് അവിടെ ചെയ്യരുത്. ദെൻ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ് ഷുഡ് നോട്ട് ബി ഹാൻഡിൽഡ് വിത്ത് വെറ്റ് ഹാൻഡ്സ്. നനഞ്ഞ കൈ കൊണ്ട് തൊടരുത്. ഡു നോട്ട് ഡിസേബിൾ എനി ഇലക്ട്രിക്കൽ സേഫ്റ്റി ഫീച്ചേഴ്സ് ഒന്നും ഡിസേബിൾ ചെയ്ത് വെക്കരുത്. ദെൻ റിപ്പയർ ഓർ സർവീസസ് ഷുഡ് ബി ഡൺ ബൈ ഓതറൈസ്ഡ് പേഴ്സൺസ് ഓൺലി. ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ആയിട്ട് ഒരു ഓതറൈസ്ഡ് പേഴ്സൺ കാണുമല്ലോ, സോ അദ്ദേഹം തന്നെ ഇതൊക്കെ ചെയ്യുക. ഡു നോട്ട് യൂസ് എക്യുപ്മെൻറ്റ് ഫോർ എ ടാസ്ക് നോട്ട് ഡിസൈൻഡ് ഫോർ ഇറ്റ്. ഓരോ എക്യുപ്മെൻറ്റും ഓരോ പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ്, അതല്ലാണ്ട് പുതിയ എക്സ്പെരിമെൻ്റ് ഒന്നും അതിൽ ചെയ്യാൻ നിൽക്കരുത്. ദെൻ ഡു നോട്ട് ലീവ് എക്യുപ്മെൻറ്റ് സ്വിച്ച്ഡ് ഓൺ വെൻ നോട്ട് ഇൻ യൂസ്. ഓക്കെ, യൂസ് ചെയ്യാത്ത സമയത്ത് എക്യുപ്മെൻറ്റ്സൊക്കെ ഓഫ് ചെയ്തിട്ട് തന്നെ പോകാൻ ശ്രദ്ധിക്കുക. പിന്നെ ഫയർ ഇൻ ദ ലബോറട്ടറി മേ occur ഡ്യൂ ടു നേക്കഡ് ഫ്ലെയിംസ്, ഇലക്ട്രിക്കൽ ഓവർലോഡിംഗ്, ഫ്ലെയിമബിൾ റിയേജൻസ് ആൻഡ് സ്മോക്കിംഗ് ഇൻ ദ ലബോറട്ടറി. അപ്പോൾ ഫയർ ഹസാർഡ്സ്, ജനറൽ പ്രിക്കോഷൻസ് ടു പ്രിവെൻറ്റ് ഇലക്ട്രിക്കൽ ഹസാർഡ് ഇൻ എ ലബോറട്ടറി ആർ ഇൻസ്റ്റെഡ് ഓഫ് ഓപ്പൺ ഫ്ലെയിംസ് യൂസ് ഹോട്ട് പ്ലേറ്റ്സ്. നമ്മൾ ഈ ഓപ്പൺ ഫ്ലെയിം യൂസ് ചെയ്യുന്നതിനേക്കാളും നമുക്ക് ഹോട്ട് പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു സർഫസ്, ഒരു എക്യുപ്മെൻ്റ് ആണ്, അത് വെച്ച് നമുക്ക് മെറ്റീരിയൽസ് ഒക്കെ ഹീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. സ്റ്റോർ ഫ്ലെയിമബിൾ ആൻഡ് എക്സ്പ്ലോസീവ് കെമിക്കൽസ് പ്രോപ്പർലി. ഇൻസ്റ്റാൾ ഫയർ extinguisher in the laboratory. All lab personnel should know the location of fire extinguisher and how to use it. In case of fire, escape through fire exit route. പിന്നെ ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സിനെ പറ്റി അറിഞ്ഞിരിക്കണം. എ ഫയർ എക്സ്റ്റിങ്ക്വിഷർ ഈസ് എ ഫയർ പ്രൊട്ടക്ഷൻ ഡിവൈസ് യൂസ്ഡ് ടു കൺട്രോൾ സ്മോൾ ഫയേഴ്സ് ഇൻ എമർജൻസി സിറ്റുവേഷൻസ്. ടിപ്പിക്കലി എ ഫയർ എക്സ്റ്റിങ്ക്വിഷർ കൺസിസ്റ്റ് ഓഫ് എ ഹാൻഡ് ഹെൽഡ് സിലിണ്ടറിക്കൽ പ്രഷർ വെസൽ containing agents which can be discharged to extinguish fire. Different types of fire extinguishers are now available for managing different classes of fires. Fire extinguishers for ABC type fire are commonly used in the laboratories. പലതരത്തിലുള്ള പല ക്ലാസ്സസ് ഓഫ് ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സ് ഉണ്ട്. അതിൽ ABC ടൈപ്പാണ്, ABC എന്ന് പറയുന്ന ആ ടൈപ്പാണ് നമ്മൾ ലബോറട്ടറിയിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്.
ഇനി അടുത്ത ചാൻസ് ഉള്ളത് റേഡിയേഷൻ ഹസാർഡ്സ് ആണ്. റേഡിയേഷൻ ഹസാർഡ്സ് എന്ന് പറയുമ്പോൾ വേരിയസ് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ലൈക്ക് റേഡിയോ ഇമ്മ്യൂണോ അസേ ഡിമാൻഡ് യൂസ് ഓഫ് റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസസ് ഇൻ എ ലബോറട്ടറി. ഓക്കെ, അതുപോലെ എക്സ്റേ യൂണിറ്റ്സ്, പിന്നെ ന്യൂക്ലിയർ മെഡിസിൻ പ്രൊസീജിയേഴ്സ്, ഇതിലൊക്കെ റേഡിയേഷൻ ഹസാർഡുകൾ, റേഡിയേഷൻ തെറാപ്പിയൊക്കെ യൂസ് ചെയ്യുന്ന പ്രൊസീജിയേഴ്സ്. അപ്പോൾ ഇതിലെല്ലാം റേഡിയേഷനുമായിട്ടുള്ള എക്സ്പോഷർ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ അതിൻ്റെ പ്രിക്കോഷൻസ് എന്തൊക്കെയായിരിക്കണം? റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ ഷുഡ് ബി സ്റ്റോർഡ് ഇൻ ലെഡ് ഷീൽഡഡ് കണ്ടെയ്നർ പ്രോപ്പർലി ലേബൽഡ് വിത്ത് എന്താണ് ഐഡൻറ്റിറ്റി. ലെഡ് ഷീൽഡ് ചെയ്തിട്ടുള്ള കണ്ടെയ്നറിൽ എന്ത് ചെയ്യുക? റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസിനെ സൂക്ഷിക്കുക. പിന്നെ ഓൺലി ട്രെയിൻഡ് സ്റ്റാഫ് ഈസ് പെർമിറ്റഡ് ടു ഹാൻഡിൽ റേഡിയോ ആക്റ്റീവ് കെമിക്കൽസ്. പിന്നെ യൂസ് ഹസാർഡ് സിംബൽസ്. ദ സ്റ്റാഫ് ഷുഡ് വെയർ സേഫ്റ്റി സ്പെക്ടക്കിൾസ്, ഡിസ്പോസബിൾ ഗ്ലൗസ്, പേഴ്സണൽ ഡോസിമീറ്റേഴ്സ്. ആക്യുറേറ്റ് റെക്കോർഡ്സ് ആർ മെയിൻറ്റെയിൻഡ് ഫോർ യൂസ് ആൻഡ് ഡിസ്പോസൽ ഓഫ് റേഡിയോ ആക്റ്റീവ് കെമിക്കൽസ്. പിന്നെ പേഴ്സണൽ ഹൈജീൻ കാര്യങ്ങൾ, ലബോറട്ടറി സേഫ്റ്റി പ്രിക്കോഷൻസിൽ വരുന്ന ജനറൽ കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മളെപ്പോഴും ഗ്ലൗസ്, ഏപ്രണൊക്കെ യൂസ് ചെയ്യുക വർക്ക് ചെയ്യുന്ന സമയത്ത്. അതുപോലെ ഐ പ്രൊട്ടക്റ്റേഴ്സ് യൂസ് ചെയ്യുക. ഇതിനകത്ത് ലാബിനകത്ത് ഈറ്റിങ്ങോ ഡ്രിങ്കിങ്ങോ കോസ്മെറ്റിക്സ് ആപ്ലിക്കേഷനോ ഇതൊന്നും പാടില്ല. വെയർ ഷൂ ചപ്പൽ ഇൻസൈഡ് ദ ലബോറട്ടറി, അവോയ്ഡ് മൗത്ത് പിപ്പറ്റിംഗ്. അതായത് നമ്മൾ പേഴ്സണൽ ഹൈജീനിൽ വരുന്ന കാര്യങ്ങളൊക്കെ, അതായത് നമ്മൾ ലാബിനകത്തോട്ട് കയറുമ്പോൾ നമ്മൾ നമ്മുടെ ആർട്ടിക്കിൾസ്, നമ്മുടെ ബാഗും കാര്യങ്ങളും എല്ലാം കൊണ്ട് ചെല്ലത്തില്ലല്ലോ. അങ്ങനത്തെ ആർട്ടിക്കിൾസ് എല്ലാം, പേഴ്സണൽ ബിലോങ്ങിങ്സ് എല്ലാം നമ്മൾ എവിടെ സൂക്ഷിക്കും? ഒരു കബോർഡ് ആദ്യമേ തന്നെ ഉണ്ടാവും. സോ നമ്മൾ അവിടെ സൂക്ഷിച്ചിട്ടായിരിക്കും പിന്നീടായിരിക്കും നമ്മൾ ലാബിൻ്റെ ഉള്ളിലോട്ട് കയറുന്നത്. ആ സമയത്ത് നമ്മൾ ഗ്ലൗസ് ഇടണം, ഏപ്രൺ യൂസ് ചെയ്യണം, പിന്നെ ഐ പ്രൊട്ടക്റ്റേഴ്സ് ആണെങ്കിൽ അത് യൂസ് ചെയ്യുക. ദെൻ അതിൻ്റെ ഉള്ളിൽ പോകുമ്പോൾ നമ്മുടെ കാലിൽ ലാബിനകത്ത് ഇടുന്ന ലാബ് ചപ്പലോ ലാബിൻ്റെ അകത്തിടുന്ന ഷൂസൊക്കെ നമ്മൾ വെയർ ചെയ്തിരിക്കണം. പിന്നെ മൗത്ത് പിപ്പറ്റിംഗ് ഒക്കെ ഒഴിവാക്കുക. ഇതിൻ്റെ ഉള്ളിലിരുന്നിട്ട്, ലാബിൻ്റെ ഉള്ളിലിരുന്നിട്ട് ഭക്ഷണം കഴിക്കൽ, കോസ്മെറ്റിക് അപ്ലൈ ചെയ്യൽ, ഇതൊന്നും പാടില്ല. പിന്നെ ഹാൻഡ്സൊക്കെ നന്നായിട്ട് വാഷ് ചെയ്യുക. മുന്നേയും പിന്നെയും, എക്സ്പെരിമെൻറ്റിന് മുന്നേയും പിന്നെയും വാഷ് ചെയ്യുക. അതുപോലെ നമ്മൾ വർക്ക് ചെയ്ത സ്ഥലം അത്രയും ഡിസിൻഫെക്റ്റ് ചെയ്തിട്ട് മാറുക. പിന്നെ ഗേൾസിൻ്റെ ഹെയർ ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക? ഒന്നുകിൽ ഹെയർ ക്യാപ്പ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പുട്ടപ്പ് ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ പേഴ്സണൽ ഹൈജീൻ പ്രിക്കോഷൻസിൽ വരുന്നത്. പിന്നെ ഇനി വരുന്നത് ഫസ്റ്റ് എയ്ഡ് പ്രാക്ടീസസ് ഒക്കെയാണ്. ഇപ്പോൾ നമ്മുടെ കയ്യിലോ കാലിലോ എവിടെയെങ്കിലും നമ്മുടെ സ്കിന്നിൽ ഒരു ബ്രോക്കൺ ഗ്ലാസ്, പൊട്ടിയ ഗ്ലാസിൻ്റെ പീസാണ് കയറിയെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു അപകടമാണ് വന്നത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക? പെട്ടെന്ന് തന്നെ ആ ഇഞ്ചുറി നടന്ന ഭാഗത്ത്, ആ ഒരു മുറിവിൻ്റെ ഭാഗത്ത് നല്ലോണം, മുറിവിൻ്റെ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു പീസസൊക്കെ ചിലപ്പോൾ റിമൈനിങ് കിടപ്പുണ്ടാവാം. അപ്പോൾ അതൊക്കെ കളയാനായിട്ട് നന്നായിട്ട് വാഷ് ചെയ്യുക. എന്നിട്ട് ഓയിൻമെൻറ്റ് പുരട്ടുക. മെർക്യൂറോ ക്രോമോ അല്ലെങ്കിൽ അക്രിഫ്ലേവിനോ ഓയിൻമെൻറ്റ് ഊണ്ടിൽ പുരട്ടുക. അതിനുശേഷം കവർ വിത്ത് ഗോസ് ആൻഡ് അഡ്ഹസീവ് ടേപ്പ്. നമ്മൾ ലാബ് ഫസ്റ്റ് എയ്ഡ് കിറ്റിനകത്ത് ഉണ്ടാവുമല്ലോ ടേപ്പും, അതുപോലെ കോട്ടണും, പിന്നെ കോട്ടൺ ക്ലോത്ത് പോലത്തെ മെറ്റീരിയലൊക്കെ ഉണ്ടാവുമല്ലോ. സോ ഇതെല്ലാം വെച്ചിട്ട് ഏതാണോ യൂസ് ചെയ്യേണ്ടത് അത് വെച്ചിട്ട് എന്ത് ചെയ്യുക? ഊണ്ടിനെ കവർ ചെയ്യുക. ഇനി നമ്മൾ സ്കിന്നിൽ ആസിഡ് അല്ലെങ്കിൽ ആൽക്കലി ഇങ്ങനെ സ്പ്ലാഷ് ചെയ്ത് വരികയാണ്, ജസ്റ്റ് ഇങ്ങനെ തെറിക്കുകയാണ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്. അങ്ങനെയാണെങ്കിൽ ആ ഭാഗം എന്ത് ചെയ്യുക? നന്നായിട്ട് വാഷ് ചെയ്യുക. പിന്നെ ആസിഡാണ് ദേഹത്തോട്ട് വീണിട്ടുള്ളതെങ്കിൽ ഉടനെ തന്നെ 5% അക്വസ് സോഡിയം കാർബണേറ്റിന് എന്ത് ചെയ്യുക? ഒരു കോട്ടൺ വൂളിൽ നന്നായിട്ട് നനച്ചെടുത്തതിന് ശേഷം ആ ഭാഗത്തോട്ട് വെക്കുക. ഇനി ആൽക്കലിയാണ് ദേഹത്തോട്ട് വീണതെങ്കിൽ അവിടെ എന്ത് വെക്കുക? 5% അസറ്റിക് ആസിഡ് അല്ലെങ്കിൽ അൺഡൈല്യൂട്ടഡ് വിനീഗർ. ഓക്കെ, ഇതിനെ ഇതുപോലെ കോട്ടൺ വൂളിൽ സോക്ക് ചെയ്തതിന് ശേഷം ആ ഭാഗത്തോട്ട് കോണ്ടാക്റ്റ് കൊടുക്കുക. ഇനി നമ്മുടെ കണ്ണിലോട്ടാണ് ആസിഡ് അല്ലെങ്കിൽ ആൽക്കലി സ്പ്ലാഷ് വീണതെങ്കിൽ കണ്ണിൻ്റെ മീഡിയൽ കോർണർ ഓഫ് ദി ഐയിൽ എന്ത് ചെയ്യുക? വാട്ടർ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇപ്പോൾ ആസിഡാണ് വീണതെങ്കിൽ ഒരു 4 drops ഓഫ് 2% അക്വസ് സോഡിയം ബൈകാർബണേറ്റും, അതുപോലെ ആൽക്കലിയാണ് വീണതെങ്കിൽ 4 drops ഓഫ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഓഫ് ബോറിക് ആസിഡ് ഒഴിക്കുക. ഇനി നമ്മൾ ആസിഡ് സ്വോളോ ചെയ്ത് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, വിഴുങ്ങിയിട്ടുണ്ടെങ്കിൽ, മേക്ക് ദ പേഷ്യൻറ്റ് ഡ്രിങ്ക് സം 5% സോപ്പ് സൊല്യൂഷൻ ഇമ്മീഡിയറ്റ്ലി. അപ്പോൾ തന്നെ 5% സോപ്പ് സൊല്യൂഷൻ ഡ്രിങ്ക് ചെയ്യുക. ദെൻ ആ സോപ്പ് സൊല്യൂഷൻ വെച്ചിട്ടൊന്ന് ഫുള്ളൊന്ന് ഗാർഗിളും കൂടെ ചെയ്യണം. പിന്നെ എന്ത് ചെയ്യണം? നോർമൽ 3 or 4 glasses ഓഫ് ഓർഡിനറി വാട്ടർ കൊടുക്കുക. ഇനി ലിപ്സും ടങ്ങിലൊക്കെ എന്തെങ്കിലും ആസിഡിൻ്റെ ബേണിംഗ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ വാട്ടർ വെച്ചിട്ട് നന്നായിട്ട് റിൻസ് ചെയ്യുക. പിന്നെ എന്ത് ചെയ്യണം? ഇതിപ്പോൾ ആസിഡിൻ്റെ പ്രശ്നമല്ലേ, അപ്പം നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ടത് 2% അക്വസ് സോഡിയം ബൈകാർബണേറ്റ്. ഓക്കെ, അതായത് ലിപ്പിലും ടങ്ങിലൊക്കെ എന്തെങ്കിലും ബേൺസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ഈ സോഡിയം ബൈകാർബണേറ്റും കൂടി എന്ത് ചെയ്യുക? അവിടെ നന്നായിട്ട് അതും ഇതുപോലെ
ബാത്ത് ചെയ്ത് കൊടുക്കുക, കോണ്ടാക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ ആൽക്കലീസ് ആണ് swallow ചെയ്തത് എങ്കിൽ ഇതേ പ്രൊസീജിയർ തന്നെ പകരം എന്തായിരിക്കും, ഏതെങ്കിലും ഒരു ആസിഡ് ആയിരിക്കും യൂസ് ചെയ്യുന്ന ആസിഡ് എന്ന് പറയുന്നത് ആദ്യം പേഷ്യൻ്റ് ഡ്രിങ്ക് ചെയ്യുന്നത് 5% സൊല്യൂഷൻ ഓഫ് അസിറ്റിക് ആസിഡ് അല്ലെങ്കിൽ ലെമൺ ജ്യൂസ് അല്ലെങ്കിൽ ഡയലൂട്ട് വിനീഗർ. പിന്നെ ഗാർഗിൾ ചെയ്യുന്നതും സെയിം ആസിഡ് സൊല്യൂഷൻ തന്നെയാണ്. ദെൻ 3 or 4 ഗ്ലാസസ് ഓഫ് ഓർഡിനറി വാട്ടർ കൊടുക്കുന്നു. ലിപ്സും ടങ്ങിലും ഒക്കെ ആൽക്കലി ബേണിംഗ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അതും ഇതുപോലെ നന്നായിട്ട് വാട്ടർ വെച്ച് വാഷ് ചെയ്ത് ആ റെമിനൻസ് എല്ലാം കളയുക. എന്നിട്ട് 5% അസിറ്റിക് ആസിഡ് കൂടി എന്ത് ചെയ്യുക, കോണ്ടാക്റ്റിൽ കൊടുക്കുക. ഇനി നമ്മൾ എന്തെങ്കിലും പോയ്സണിങ് ആണ് ഉള്ളിൽ പോയതെങ്കിൽ എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ നമ്മളൊരു ക്വാളിഫൈഡ് നേഴ്സ് അല്ലെങ്കിൽ ഫിസിഷ്യനെ കാര്യം അറിയിക്കുക. ഓക്കെ, ഇത് ഏത് ഒരു പർട്ടിക്കുലർ ടോക്സിക് സബ്സ്റ്റൻസ് ഏതാണോ ടോക്സിക് യൂസ് ചെയ്തത് അത് പെട്ടെന്ന് തന്നെ ലാബാകുമ്പോൾ നമുക്കറിയാൻ പറ്റുമല്ലോ ഇതൊക്കെയാണ് യൂസ് ചെയ്തതെന്നുള്ളത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഫിസിഷ്യൻ അല്ലെങ്കിൽ ക്വാളിഫൈഡ് നേഴ്സിനെ കാര്യം അറിയിക്കുക. പിന്നെ എന്താണ്, ഫിസിഷ്യൻ വരുന്നത് വരെ നമ്മൾ പേഴ്സണിനെ, ആ ഒരു വിക്ടിമിനെ എന്ത് ചെയ്യുക, ഓപ്പൺ എയറിൽ, അതായത് ക്ലോസ്ഡ് ആയിട്ടുള്ള സിസ്റ്റത്തിൽ നിന്നൊക്കെ പുറത്തോട്ട് കൊണ്ടുവന്ന് ഒരു കുറച്ച് ഓപ്പൺ എയറിൽ ആളിനെ എന്ത് ചെയ്യുക, ഫിസിഷ്യൻ വരുന്നത് വരെ വെയിറ്റ് ചെയ്യിക്കുക. ദെൻ മൈനർ ബേൺസ് ആണെന്നുണ്ടെങ്കിൽ പ്ലഞ്ച് ദ എഫക്റ്റഡ് പാർട്ട് ഇൻ കോൾഡ് വാട്ടർ ഓർ ഐസ് വാട്ടർ ടു സൂത്ത് ദ പെയിൻ. അപ്പോൾ പൊള്ളലൊക്കെ മൈനറാണ്, അല്ലെങ്കിൽ സിവിയർ ബേൺസും വരാമല്ലോ. അപ്പോൾ മൈനർ ചെറിയ ചെറിയ ബേൺസൊക്കെയാണ്, കയ്യിലോ കാലിലോ ഒക്കെ ചെറിയ ചെറിയ പൊള്ളലാണ് വന്നതെങ്കിൽ പെട്ടെന്ന് ചെയ്യേണ്ടത് ആ അഫക്റ്റഡ് പാർട്ടിനെ ഐസ് വാട്ടറിലോ അല്ലെങ്കിൽ കോൾഡ് വാട്ടറിലോ ജസ്റ്റ് ഇങ്ങനെ ഇറക്കി വയ്ക്കുമ്പോൾ എന്ത് പറ്റും, ആ ഒരു പെയിനിൽ ഒരു റിലീഫ് ഉണ്ടാവും. അതിനുശേഷം മെർക്യൂറോക്രോമോ അക്രിഫ്ലേവിനോ ഓയിൻമെൻറ്റ് പുരട്ടുക. അപ്ലൈ ഡ്രൈ ഗോസ് ഡ്രസ്സിങ് ലൂസ്ലി. ഓക്കെ, അപ്പോൾ പൊള്ളലാണ് വന്നത്, അപ്പോൾ നമുക്കിവിടെ ടൈറ്റായിട്ട് ടേപ്പൊന്നും വെച്ച് വൈൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ മറ്റേ കോട്ടൺ ത്രെഡ് കിട്ടുമല്ലോ, സോ അതായത് നമ്മൾ ഡ്രൈ ഗോസ് കിട്ടും, ആ ഗോസ് വെച്ചിട്ട് ലൂസായിട്ട് ഡ്രസ്സ് ചെയ്യുക. ഇഫ് ദ ബേൺ ബിക്കംസ് ഇൻഫെക്റ്റഡ് ഓർ ഡസ് നോട്ട് ഹീൽ, റെഫർ ദ പേഷ്യൻ്റ് ടു എ ഫിസിഷ്യൻ. കുറച്ച് അത് കോംപ്ലിക്കേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ഫിസിഷ്യൻ്റെ അടുത്തോട്ട് കൊണ്ടുപോവുക. നെവർ ടിയർ ഓഫ് ദ ബ്ലിസ്റ്റേഴ്സ് ദാറ്റ് ഫോം ഓവർ ദി ബേൺസ്. ഈ പൊള്ളലിൻ്റെ മേലെ ഒരു ബ്ലിസ്റ്റർ ഇങ്ങനെ വരുമല്ലോ, അതിനെ നമ്മൾ കുത്തി പൊട്ടിക്കാണ്ട് അങ്ങനെ തന്നെ ഇരിക്കുക. ദെൻ സിവിയർ ബേൺസ് ആണ് വരുന്നതെങ്കിൽ, ലൈക്ക് ഇഫ് ദ വിക്ടിം ഈസ് ഓൺ ഫയർ, അല്ലേ, തീപിടുത്തത്തിലാണ് പെട്ടെന്ന് അകപ്പെട്ട് പോയതെങ്കിൽ അയാൾ എന്ത് ചെയ്യുക, റോൾ ഹിം ഇൻ എ ബ്ലാങ്കറ്റ് ഓർ ഓവറോൾ ടു സ്മൂതൻ ദ ഫ്ലെയിംസ്. പെട്ടെന്ന് ആ തീ കെടുത്തുക, അതിന് വേണ്ടിയിട്ട് അയാളെ പെട്ടെന്നൊരു ബ്ലാങ്കറ്റിൽ റോൾ ചെയ്ത് ആ തീയിൽ നിന്നുള്ള ആ ഒരു ബന്ധം ഒന്ന് വിച്ഛേദിക്കുക. പിന്നെ ഉടനെ തന്നെ ഫിസിഷ്യനെ ഇൻഫോം ചെയ്യുക. ലേ ദ വിക്ടിം ഓൺ ദ ഗ്രൗണ്ട്, ഡു നോട്ട് റിമൂവ് ഹിസ് ക്ലോതിങ്, കവർ ഹിം ഇഫ് ഹീ ഈസ് കോൾഡ്, ഡു നോട്ട് അപ്ലൈ എനി ട്രീറ്റ്മെൻറ്റ് ടു ദ ബേൺസ്, ദിസ് മസ്റ്റ് ബി ലെഫ്റ്റ് ടു ഫിസിഷ്യൻ. ഇവിടെ നമുക്കൊന്നും ചെയ്യാനില്ല, ആളിനെ ഗ്രൗണ്ടിൽ എന്ത് ചെയ്യുക, കിടത്തുക. പിന്നെ അവരുടെ ക്ലോത്തും കാര്യങ്ങളും ഒന്നും റിമൂവ് ചെയ്യാൻ ശ്രമിക്കരുത്. പിന്നെ നമ്മുടേതായിട്ടുള്ള ഓയിൻമെൻറ്റ്സ് ഒന്നും അപ്ലൈ ചെയ്യാൻ പോകരുത്, ഫുൾ ഫിസിഷ്യന് വിട്ടുകൊടുക്കുക. ദെൻ അൺകോൺഷ്യസ്നെസ്, ബോധം കിടന്ന അവസ്ഥ ഉണ്ടാവുമല്ലോ, ബോധം കെട്ട് വീഴുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഇഫ് ദ വിക്ടിം ഈസ് ബ്രീതിങ് then lay him face down with his head on one side and arm and the leg of that side in the bend position. ഇപ്പോൾ പെട്ടെന്ന് അൺകോൺഷ്യസ് ആയിപ്പോയി, പക്ഷെ ആൾ ബ്രീതിങ് ചെയ്യുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ഫസ്റ്റ് എയ്ഡ് ഒക്കെ ചെയ്യാൻ പറ്റും. എന്ത് ചെയ്യുക, അയാളുടെ ഫേസ് ഡൗൺ പൊസിഷനിലാവുന്ന രീതിയിൽ കിടത്തുക. എന്നിട്ട് തല ഒരു ഭാഗത്തോട്ട് ചെരിക്കുക. ഓക്കെ, വിത്ത് ഹിസ് ഹെഡ് ഓൺ വൺ സൈഡ് ആൻഡ് ആം ആൻഡ് ദ ലെഗ് ഓഫ് ദാറ്റ് സൈഡ് ഇൻ ദ ബെൻഡ് പൊസിഷൻ. അതിൻ്റെ ആ സൈഡിലോട്ട് തന്നെ കൈകളും കാലുകളും ആ ഒരു ബെൻഡ് പൊസിഷനിൽ കിടത്തുക. ദിസ് പോസ്ചർ മേക്സ് ബ്രീതിങ് ഈസിയർ ആൻഡ് പ്രൊവൈഡ്സ് ബെറ്റർ ബ്ലഡ് സർക്കുലേഷൻ ടു ഓൾ ബോഡി പാർട്സ്. ഇഫ് ദ വിക്ടിം ഈസ് നോട്ട് ബ്രീതിങ്, സ്റ്റാർട്ട് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ ഇമ്മീഡിയറ്റ്ലി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ആ ബ്രീതിങ് ഒന്ന് റേറ്റ് സ്ലോ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യുമ്പോഴത്തേക്കും പെട്ടെന്ന് ബ്രീതിങ് നോർമൽ ആവാനുള്ള സാധ്യതയുണ്ട്. ഇനി അതും അതിലും നടന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കുക. എങ്ങനെയാണ് കൊടുക്കേണ്ടത്? ദ പ്രൊസീജിയർ ഷുഡ് ബി സ്റ്റാർട്ടഡ് ക്വിക്ക്ലി ആസ് ബ്രെയിൻ ഇൻഫാക്ഷൻ ഒക്കേഴ്സ് ആൻഡ് വിത്തിൻ ഫ്യൂ മിനിറ്റ്സ് ഓഫ് ഓക്സിജൻ ഡെഫിഷ്യൻസി. സ്റ്റെപ്സ് ഓഫ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ ഈസ്, അതായത് പെട്ടെന്ന് ബ്രീതിങ് ഒന്നും നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കുക, അല്ലെങ്കിൽ ഓക്സിജൻ ഡെഫിഷ്യൻസി ഉണ്ടാവും. സോ അത് ഡെത്തിലോട്ട് ലീഡ് ചെയ്യും. സോ അത് ഒഴിവാക്കാൻ വേണ്ടി ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ ചെയ്യുക. അതിൻ്റെ സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത്, ലേ വിക്ടിം ഓൺ ബാക്ക്,
ക്ലിയർ എനി ഒബ്സ്ട്രക്ഷൻ ഓഫ് ദി മൗത്ത്. മൗത്തിൽ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ എല്ലാം മാറ്റുക. പ്ലേസ് എൻ ഒബ്ജക്റ്റ് അണ്ടർ ദി ഷോൾഡർ സോ ദ ഹെഡ് ഈസ് ടിൽറ്റഡ് ബാക്ക്. അദ്ദേഹത്തിൻ്റെ ഷോൾഡറിൻ്റെ പിറകിലൊരു ഒബ്ജക്റ്റ് വയ്ക്കുക. അപ്പം ഹെഡിങ്ങിനെ ബാക്കിലോട്ട് ചെരിഞ്ഞ് ഇരിക്കും. ഓക്കെ, ടിൽറ്റായിട്ട് കിട്ടും. ദെൻ പിഞ്ച് ദ നോസ്ട്രിൽസ് ആൻഡ് അപ്ലൈ മൗത്ത് ടു മൗത്ത് റെസസിറ്റേഷൻ 10 times a minute until breathing starts. എന്നിട്ട് ആ നോസ്ട്രിൽ ഉണ്ടല്ലോ, നോസിൻ്റെ അറ്റത്തുള്ള ആ നോസ്ട്രിൽ ജസ്റ്റ് ഒന്ന് പിഞ്ച് ചെയ്തിട്ട് മൗത്ത് ടു മൗത്ത് എന്ത് ചെയ്യുക, നമ്മൾ ബ്രീതിങ് കൊടുക്കുന്നതാണ്. 1 മിനിറ്റിൽ 10 times ഈ ഒരു റെസിസിറ്റേഷൻ ചെയ്യുക. സോ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ബ്രീതിങ് സ്റ്റാർട്ട് ആവുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഇനി നമുക്കിതിൽ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് പറയുന്നുണ്ട്. ഇതിലെ ഈ ഒരു പിക്ചർ തന്നെയാണ് നമുക്ക് മെയിനായിട്ട് നോക്കാനുള്ളത്. ഒരു കളർ കോഡഡ് കണ്ടെയ്നേഴ്സ് നോക്കുക. ഇപ്പോൾ ഇൻഫെക്റ്റഡ് വേസ്റ്റും ഉണ്ട്, നോൺ ഇൻഫെക്റ്റഡ് വേസ്റ്റും ഉണ്ട്. ഇതിലെ ഇൻഫെക്റ്റഡ് വേസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഏതൊക്കെയാണ് പറയുന്നത്, ഇൻഫെക്റ്റഡ് ഡ്രസ്സിങ്സ്, പിന്നെ അനാറ്റമിക്കൽ വേസ്റ്റുകൾ, ഇൻഫെക്റ്റഡ് പ്ലാസ്റ്റിക്കുകൾ എന്നൊക്കെ പറയുമ്പോൾ ഈ സിറിഞ്ചസ്, ഗ്ലൗസ്, പ്ലാസ്റ്റിക് വേസ്റ്റുകൾ, പിന്നെ ഷാർപ്പ് എന്നൊക്കെ പറയുമ്പോൾ നീഡിൽസൊക്കെ, നമ്മൾ യൂസ് ചെയ്ത നീഡിൽസൊക്കെ, അത് പിന്നെ കട്ടായി പോയ ഗ്ലാസ്സുകൾ, ബ്രോക്കൺ ഗ്ലാസ്സസ്, ഇതെല്ലാം നമ്മൾ ഈ ഒരു ഇൻഫെക്റ്റഡ് വേസ്റ്റിൻ്റെ ഉള്ളിലാണ് വരുന്നത്. ഇനി നോൺ ഇൻഫെക്റ്റഡ് വേസ്റ്റ് എന്ന് പറയുമ്പോൾ മരുന്നുകളൊക്കെ അല്ലെങ്കിൽ കെമിക്കൽ വേസ്റ്റുകളൊക്കെയാണ് ഈ നോൺ ഇൻഫെക്റ്റഡ് വേസ്റ്റിൽ വരുന്നത്. സോ അതിനെയൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന കണ്ടെയ്നർ എന്ന് പറയുന്നത് ബ്ലാക്ക് പ്ലാസ്റ്റിക് കണ്ടെയ്നർ ആയിരിക്കും. പിന്നെ സോയിൽഡ് വേസ്റ്റുകൾ ഇതിലായിരിക്കും റെഡ് പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ്. പിന്നെ അനാറ്റമിക്കൽ വേസ്റ്റുകൾ യെല്ലോ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ്, ഇൻഫെക്റ്റഡ് പ്ലാസ്റ്റിക്സ് ആണെങ്കിൽ ബ്ലൂ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ്, ഷാർപ്പുകളാണെങ്കിൽ വൈറ്റ് പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്തിട്ട് അതിനെ ഡിസ്പോസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത്. ദെൻ ലബോറട്ടറി മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്കൊരു കോഡ് ഓഫ് എത്തിക്സ് ഉണ്ടാവുമല്ലേ ഒരു ലബോറട്ടറി പ്രൊഫഷണൽ എന്ന് പറയുമ്പോൾ. അതായത് പേഷ്യൻസിനായാലും കൊളീഗ്സിനായാലും വിത്ത് റെസ്പെക്റ്റ്, കെയർ, തോട്ട്ഫുൾനെസ്സിലായിരിക്കും നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. പിന്നെ ഡ്യൂട്ടീസൊക്കെ കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ട്, പ്രിസൈസ് ആയിട്ട്, കറക്റ്റ് ടൈമിൽ, കറക്റ്റ് റെസ്പോൺസിബിളായിട്ട് എല്ലാം ചെയ്ത് തീർക്കണം. ദെൻ സേഫ് ഗാർഡ് പേഷ്യൻ്റ് ഇൻഫർമേഷൻ ആസ് കോൺഫിഡൻഷ്യൽ. പേഷ്യൻ്റ് ഇൻഫർമേഷൻ നമുക്ക് പുറത്തു വിടാൻ പറ്റുമോ? ഇല്ല, എല്ലാം കോൺഫിഡൻഷ്യലായിട്ട് തന്നെ കീപ്പ് ചെയ്യാം. Then prudent use of laboratory resources, advocate the delivery of quality laboratory services in a cost-effective manner, work within the boundaries of laws and regulations, strive to improve professional skills and knowledge. പിന്നെ കമ്മ്യൂണിക്കേഷൻ, ലാബിലെ കമ്മ്യൂണിക്കേഷനൊക്കെ എങ്ങനെയായിരിക്കണം? സ്പീക്ക് ടു പേഷ്യൻറ്റ് ക്ലിയർലി വിത്ത് പ്ലീസിങ് മാനർ സോ ദാറ്റ് ഹിസ് കോൺഫിഡൻസ് ടുവേർഡ്സ് ദി ടെക്നീഷ്യൻ ഇൻക്രീസസ്. ഇതൊക്കെ നമുക്ക് മോറലായിട്ടുള്ള കാര്യങ്ങളാണ്, നമുക്ക് നന്നായിട്ട് അറിയാമെന്നുള്ളതാണ്. പിന്നെ ലബോറട്ടറി ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കണം? ലബോറട്ടറിയിലെല്ലാം ഒരു പ്രോപ്പർലി പ്ലാൻഡ് ആയിരിക്കണം. ഒരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ സാമ്പിൾ റിസീവിങ്ങിൻ്റെ അവിടെ രജിസ്റ്ററിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ലേബലിംഗ് ഉണ്ടാവും. അത് പിന്നെ സാമ്പിൾ ഉള്ളിലോട്ട് ചെല്ലുമ്പോൾ എങ്ങനെ അത് നമ്മുടെ ആക്ച്വൽ അതിലെ ഡയഗ്നോസിസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലാബിൻ്റെ അകത്തോട്ട് ചെല്ലുമ്പോൾ അവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ദെൻ റിസൾട്ട് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, ഇങ്ങനത്തെ കാര്യങ്ങളിലെല്ലാം കറക്റ്റ് ഒരു ഓർഗനൈസേഷൻ ഉണ്ടാവണം. അതുപോലെ തന്നെ ലാബിൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങൾ, പ്രോപ്പറായിട്ടുള്ള വെൻറ്റിലേഷൻ, ലൈറ്റ്, പവർ സപ്ലൈ, വാട്ടർ സപ്ലൈ, അവിടെ യൂസ് ചെയ്യുന്ന റിയേജൻസ്, എക്യുപ്മെൻറ്റ്സ്, ലാബിലെ പേഴ്സണൽസ്, സോ ഇതെല്ലാം കറക്റ്റായിട്ട് മാനേജ് ചെയ്യണം. പിന്നെ ഓരോ ലാബിനും അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള എന്തായിരിക്കും ലേഔട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കണം. സോ അത് കൃത്യമായിട്ട് നോക്കുക. പിന്നെ ലബോറട്ടറി ഷുഡ് ഹാവ് അൺഇൻറ്ററപ്റ്റഡ് പവർ സപ്ലൈ. പ്രത്യേകിച്ച് ക്ലിനിക്കൽ ലബോറട്ടറീസ്, ഹോസ്പിറ്റൽ കേസിലൊക്കെ വരുമ്പോൾ പവർ സപ്ലൈ ഇൻറ്ററപ്ഷൻ വരരുത്. ലൈറ്റിംഗ് സിസ്റ്റവും അങ്ങനെ തന്നെ ആയിരിക്കണം, അവിടെയും ഇൻറ്ററപ്ഷൻ വരരുത്. ദെൻ ഗുഡ് സപ്ലൈ ഓഫ് റണ്ണിങ് വാട്ടർ ആൻഡ് വാട്ടർ ഡ്രെയിനേജ് ഫെസിലിറ്റീസ് എസെൻഷ്യൽ ഇൻ എ ലബോറട്ടറി. വർക്ക് ബെഞ്ചസ് എന്നൊക്കെ പറയുന്നത് എങ്ങനെയായിരിക്കണം? പ്രോപ്പറായിട്ടുള്ള ഹൈറ്റുകളിലായിരിക്കണം, ഇനഫ് ലെഗ് സ്പേസ് ഉണ്ടാവണം. ദെൻ സർഫസ് പോളിഷ്ഡ് സിമെൻറ്റ് ബെഞ്ചസ് ഓർ വുഡൻ ബെഞ്ചസ് ക്യാൻ ബി യൂസ്ഡ്. വുഡൻ ബെഞ്ചസ് ആർ ആസിഡ് പ്രൂഫ്ഡ്. ബേസിക് laboratory equipment, glassware, reagents should be made purchased from reputed suppliers. Well trained qualified staff is the backbone of laboratory and the quality of the result depends on the quality of workmanship. പിന്നെ കമ്പണൻസ് ഓഫ് ലബോറട്ടറി എന്ന് പറയുമ്പം അതിന് പല ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ടാവുമല്ലോ. ഹെമറ്റോളജി, ബ്ലഡിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ഹെമറ്റോളജി ഡിപ്പാർട്ട്മെൻറ്റ്, പിന്നെ ബ്ലഡ് റിസീവ് ചെയ്യാനൊക്കെ ആയിട്ട് റിസീവിങ്ങും പ്രോസസ്സിങ്ങും ഒക്കെ ചെയ്യാൻ വേണ്ടി ബ്ലഡ് ബാങ്കുകളുണ്ടാവും. പിന്നെ
എന്താണ് മൈക്രോബയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും, ബയോകെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും, സിറോളജിക്കൽ ടെസ്റ്റുകൾ ചെയ്യാൻ വേണ്ടി സിറോളജി ഡിപ്പാർട്ട്മെൻറ്റ്, ദെൻ ക്ലിനിക്കൽ പാത്തോളജി ഡിപ്പാർട്ട്മെൻറ്റ്. സോ ഓരോ കമ്പാർട്ട്മെൻറ്റായിട്ട് തിരിച്ചിട്ടായിരിക്കും നമ്മുടെ ലാബിലെ സെക്ഷൻസ് വരുന്നത്. പിന്നെ ഇവിടെ ഒരു പ്ലാനൊക്കെ കൊടുത്തിട്ടുണ്ട്, നോക്കുക. പിന്നെ റിക്വസ്റ്റ് ഫോമും റിപ്പോർട്ട് ഫോമും ഒന്ന് നോക്കി വയ്ക്കുക. എ റിക്വസ്റ്റ് ഫോം ഈസ് എ ഫോം ഫോർ ലാബ് ടെസ്റ്റ് സൈൻഡ് ബൈ ദി ഡോക്ടർ. ഓക്കെ, ഒരു ലാബ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടർ സൈൻ ചെയ്ത് കൊടുക്കുന്ന ഫോമാണ് റിക്വസ്റ്റ് ഫോം. ദ റിക്വസ്റ്റ് ഫോം മേ ക്യാരി അതിലെന്തൊക്കെ ഉണ്ടാവും? പേഷ്യൻറ്റിൻ്റെ നെയിം ഉണ്ടാവും, IP, ഇൻ പേഷ്യൻ്റ് ആണോ ഔട്ട് പേഷ്യൻ്റ് ആണോ അവരുടെ നമ്പർ ഉണ്ടാവും, ദെൻ പ്രൊവിഷണൽ ഡയഗ്നോസിസും നേച്ചർ ഓഫ് സ്പെസിമെൻ ആൻഡ് നെയിം ഓഫ് ടെസ്റ്റ് റിക്വയർഡ് ഓൺ ദാറ്റ് സ്പെസിമെൻ. ഓക്കെ, എ റിപ്പോർട്ട് ഫോം ഈസ് ദ ഫോം ഇൻ വിച്ച് ദ ലബോറട്ടറി ഇഷ്യൂ ദ റിസൾട്ട്സ് ഓഫ് ദി ടെസ്റ്റ് ആസ്ഡ് ഫോർ. അപ്പോൾ ഡോക്ടർ ഏതൊക്കെ ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഫോമാണ് റിക്വസ്റ്റ് ഫോം. ഇനി തിരിച്ച് ലാബിൽ നിന്ന് അവരുടെ റിസൾട്ടോട് കൂടി വരുന്ന ഫോമാണ് റിപ്പോർട്ട് ഫോം എന്ന് പറയുന്നത്. വേരിയസ് ടൈപ്സ് ഓഫ് റിപ്പോർട്ട് ഫോംസ് ഫോർ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആർ യൂസ്ഡ് റുട്ടീൻലി. പിന്നെ സ്റ്റോക്ക് രജിസ്റ്റേഴ്സ് ഒക്കെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അതിലിപ്പോൾ കൺസ്യൂമബിൾസും നോൺ കൺസ്യൂമബിൾസ് ഒക്കെ ഉണ്ടാവും. സോ ഇതെല്ലാം കൃത്യമായിട്ട് എന്താണ് സ്റ്റോക്ക് ഒരു രജിസ്റ്റർ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. പിന്നെ ഓർഡറിങ് ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് സപ്ലൈസ്, ഇതെല്ലാം നമ്മളെ ലാബ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഉള്ളിലോട്ട് വരുന്നത്. പിന്നെ അതായത് കെമിക്കൽസൊക്കെ തീരുന്നതിന് മുന്നേ തന്നെ നമ്മൾ നേരത്തെ എക്സ്പയറി ഡേറ്റ് ഒക്കെ നോക്കി വെച്ച് ഓർഡർ ചെയ്ത് പിന്നെ പർച്ചേസ് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ രജിസ്റ്ററിൽ സൂക്ഷിക്കുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുക. ദെൻ അക്രഡിറ്റേഷൻ ഓഫ് സർട്ടിഫിക്കേഷൻ ഓഫ് ലബോറട്ടറീസ്, ഒരു ലാബിന് കൃത്യമായിട്ട് അതിൻ്റെ 6 മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ 1 വർഷം കൂടുമ്പോഴുള്ള ഓരോ പീരിയോഡിക്കൽ സർവൈലൻസ് കൃത്യമായിട്ട് ക്യാരി ഔട്ട് ചെയ്തിരിക്കണം. അത് നമ്മുടെ ലാബിൻ്റെ അകത്തും ഒരു ഇൻചാർജ് ഉണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ കൺസേൺഡ് രജിസ്ട്രേഷൻ ആരാണ് സർട്ടിഫൈ ചെയ്തത് ആ ലാബിൽ നിന്നും ഇതുപോലെ പീരിയോഡിക്കൽ സർവൈലൻസ് ഉണ്ടാവും. ഇങ്ങനെയുള്ള അക്രഡിറ്റേഷൻ ഏജൻസീസിന് എക്സാമ്പിളാണ് NABL, ISO, CAP, ക്രൈസൽ എക്സെട്ര. ക്ലിനിക്കൽ ലബോറട്ടറീസിൽ യൂസ് ചെയ്യുന്ന ഒരു അഡ്വാൻസ്ഡ് ഒരു ടെക്നിക്കാണ് ബാർകോഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബാർകോഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ സാമ്പിളിൻ്റെ കണ്ടെയ്നറിലൊക്കെ ലേബൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബാർകോഡഡ് ലേബൽ നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആ ബാർകോഡഡ് ലേബൽ നമ്മളൊന്ന് ബാർകോഡ് റീഡർ വെച്ചിട്ട് റീഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൃത്യമായിട്ട് എന്താണ് കംപ്ലീറ്റ് ലബോറട്ടറി ഇൻഫർമേഷനും കിട്ടും. അതായത് ആ ഒരു സാമ്പിളിൻ്റെ ഡീറ്റെയിൽസും പിന്നെ ആക്സഷൻ നമ്പറും ഒക്കെ നമുക്ക് ഈ ഒരു എന്താണ് ബാർകോഡ് റീഡർ വെച്ചിട്ട് നമുക്ക് റീഡ് ചെയ്തെടുക്കാൻ പറ്റും. സോ ഇതൊരു അഡ്വാൻസ്ഡ്, മിക്കവാറും ഹോസ്പിറ്റൽസിലും ഇപ്പോൾ ബാർകോഡ് എന്താണ് ലേബൽസ് ആണ് സാമ്പിൾസിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ പേഷ്യൻ്റ് പെട്ടെന്ന് അൺകോൺഷ്യസ് ആവുകയാണ്, സോ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാം. അതുപോലെ നമ്മൾ ഈ റിട്ടേൺ ആയിട്ട് ചെയ്യുന്ന സമയത്തൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്പറൊക്കെ മാറിപ്പോകാനൊക്കെയുള്ള ചാൻസ് ഉണ്ടല്ലോ. സോ അതൊക്കെ നമുക്ക് ഈ ബാർകോഡ് ലേബൽസ് യൂസ് ചെയ്യുമ്പോൾ അത് ഒരു പരിധിവരെ എന്ത് ചെയ്യാൻ കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ബാർകോഡിങ്ങിൻ്റെ കാര്യം. ഇനി നമുക്ക് നോക്കാനുള്ളത് ഗ്ലാസ് വെയേഴ്സ്, ക്ലീനിങ് ഓഫ് ഗ്ലാസ് വെയേഴ്സ്. ലാബിൽ എന്തായാലും ഇഷ്ടംപോലെ ഗ്ലാസ് വെയേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ അത് നമ്മൾ എപ്പോഴും ക്ലീൻ ആയിട്ടായിരിക്കണം നമ്മൾ വർക്കിന് മുമ്പ് ക്ലീൻ ആക്കി വെച്ചിട്ടല്ലേ നമ്മൾ വർക്ക് ചെയ്യുന്നുള്ളൂ. അതുപോലെ വർക്കിന് ശേഷവും അതിനെ പ്രോപ്പറായിട്ടുള്ള വാഷിംഗ് മെത്തേഡ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മളതിനെ ക്ലീൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ സാധാരണ ദ യൂസ്ഡ് ഗ്ലാസ് വെയർ ഷുഡ് ബി വാഷ്ഡ് വിത്ത് വാട്ടർ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ യൂസ്, സോക്ക് ഇൻ മൈൽഡ് ഡിറ്റർജൻറ്റ് സൊല്യൂഷൻ, വാഷ് ഇൻ റണ്ണിങ് ടാപ്പ് വാട്ടർ ആൻഡ് റിൻസ് വിത്ത് ഡിസ്റ്റൽഡ് വാട്ടർ ആൻഡ് ഡ്രൈ. ഇതാണ് സാധാരണ ചെയ്യുന്നത്. ഇപ്പോൾ ഗ്ലാസ് വെയേഴ്സൊക്കെ യൂസ് കഴിഞ്ഞ ഉടനെ തന്നെ വാട്ടർ വാഷ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? മൈൽഡ് ആയിട്ടുള്ള ഡിറ്റർജൻറ്റ് സൊല്യൂഷനിൽ അതിനെ സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ഇതിനെന്ത് ചെയ്യും? റണ്ണിങ് ടാപ്പ് വാട്ടറിൽ വാഷ് ചെയ്യും. അപ്പോഴും തീർന്നിട്ടില്ല. ഫൈനലി നമ്മൾ ഡിസ്റ്റൽഡ് വാട്ടർ യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യും. എന്നിട്ട് ഇതിനെ ഡ്രൈ ചെയ്തിട്ടാണ് സൂക്ഷിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഗ്ലാസ് വെയേഴ്സൊക്കെ ജനറലായിട്ട് ക്ലീൻ ചെയ്യുന്നത്. ഇനി പുതിയ പലതരത്തിലുള്ള ഡിറ്റർജൻറ്റ് സൊല്യൂഷൻസൊക്കെ ഇപ്പോൾ അവൈലബിളാണ്, മാർക്കറ്റിൽ അവൈലബിളാണ്. ഇങ്ങനത്തെ ഓരോ ഗ്ലാസ് വെയേഴ്സിനും വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഇപ്പം വരുന്നുണ്ട്. പിന്നെ ഒരുമിച്ച് വാഷ് ചെയ്യാൻ പറ്റുന്ന ഡിഷ് വാഷേഴ്സ് ടൈപ്പൊക്കെ എന്താണ് ഇൻസ്ട്രുമെൻറ്റ്സൊക്കെ ഇപ്പോൾ അവൈലബിളാണ്, എക്യുപ്മെൻറ്റ്സൊക്കെ അവൈലബിളാണ്. പിന്നെ ന്യൂ ആയിട്ടുള്ള ഗ്ലാസ് വെയേഴ്സ് ആണെങ്കിൽ നമ്മൾ ആദ്യം ഇതിനെ സോക്ക് ചെയ്ത് വയ്ക്കുന്നത് ആസിഡ് വാട്ടറിലായിരിക്കും. അതായത് 1% സൊല്യൂഷൻ ഓഫ് ഹൈഡ്രോക്ലോറിക് അല്ലെങ്കിൽ നൈട്രിക് ആസിഡ് സൊല്യൂഷനിലായിരിക്കും സോക്ക് ചെയ്ത് വയ്ക്കുന്നത്. പിന്നെ പിപ്പറ്റ്സൊക്കെ വാഷ് ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ ഒരു ജാറിൽ ക്ലീനിങ് സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ അതിലോട്ട് നമ്മൾ പിപ്പറ്റിനെ ഇറക്കി വയ്ക്കുമ്പോൾ പിപ്പറ്റിൻ്റെ ടിപ്പ് പോർഷൻ മേലെ വരുന്ന രീതിയിൽ നമ്മൾ വെർട്ടിക്കൽ പൊസിഷനിലായിരിക്കും കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് എല്ലാ എന്താണ്
ഡീബ്രിസും എല്ലാ സൊല്യൂഷനും അതിൽ നിന്ന് പോയതിന് ശേഷം നമ്മൾ പിന്നെ എന്ത് ചെയ്യും, ഇതിനെ നമ്മൾ റണ്ണിങ് ടാപ്പ് വാട്ടറിൽ വാഷ് ചെയ്യുകയും പിന്നെ എന്താണ് ക്ലീനിങ് സൊല്യൂഷൻ വേണമെങ്കിൽ അത് യൂസ് ചെയ്യും. ആഫ്റ്റർ ഡിസ്റ്റൽഡ് വാട്ടറും കൂടി യൂസ് ചെയ്ത് ഇതിനെ എന്ത് ചെയ്യാൻ വയ്ക്കും, ഡ്രൈ ചെയ്തെടുക്കും. ഇനി അടുത്ത് വരുന്നത് നമ്മൾ ലാബിൽ യൂസ് ചെയ്യുന്ന ഗ്ലാസ് വെയേഴ്സിൽ എന്തെങ്കിലുമൊക്കെ ഇൻഫെക്ഷ്യസ് മെറ്റീരിയൽ കണ്ടാമിനേറ്റഡ് ആയി പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഗ്ലാസ് വെയേഴ്സ് ഡയറക്റ്റായിട്ട് നമ്മളിങ്ങനെ സോക്ക് ചെയ്ത് എന്താണ് നമ്മൾ ടാപ്പ് വാട്ടറിൽ ക്ലീൻ അല്ല ചെയ്യുന്നത്. ആദ്യം അതിനെ ഡീകണ്ടാമിനേറ്റ് ചെയ്യണം. ഓക്കെ, ഡീകണ്ടാമിനേറ്റ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഓട്ടോക്ലേവിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മളൊരു 121 ഡിഗ്രി സെൽഷ്യസിൽ 30 മിനിറ്റ്സ് കീപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്കത് നല്ലപോലെ അതിലെ ഇൻഫെക്ഷ്യസ് പാത്തജൻസും കാര്യങ്ങളൊക്കെ നശിച്ചു പോയിട്ടുണ്ടാവും. സോ അങ്ങനെ നമുക്കതിനെ ഫസ്റ്റ് ഒന്ന് ഡീകണ്ടാമിനേറ്റ് ചെയ്ത് അതിനെ കില്ല് ചെയ്തതിന് ശേഷമായിരിക്കും ആ വേസ്റ്റിനെ നമ്മൾ പ്രോപ്പർ ബാഗിലോട്ട് സെഗ്രിഗേറ്റ് ചെയ്ത് മാറ്റിയിട്ട് പിന്നെ നമ്മുടെ നോർമൽ ഡിറ്റർജൻറ്റ് സൊല്യൂഷൻ വാഷും പിന്നെ നോർമൽ ടാപ്പ് വാട്ടർ വാഷും ദെൻ ഡിസ്റ്റിൽഡ് വാട്ടർ വെച്ചിട്ടുള്ള വാഷും ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനത്തെ ഈ എന്തെങ്കിലും കണ്ടാമിനേറ്റഡ് മെറ്റീരിയൽസ് ഒക്കെ പ്രസൻറ്റ് ആവും, പ്രത്യേകിച്ച് ഈ ബ്ലഡ് സ്റ്റെയിൻഡ് കൾച്ചർ പ്ലേറ്റ്സ് ഒക്കെ നമ്മൾ ക്ലീൻ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും സ്പില്ലേജസ് ഒക്കെ സംഭവിക്കുകയാണ്. ഓക്കെ, നമ്മുടെ ലാബിൽ സ്പില്ലിങ് എന്തെങ്കിലും സൊല്യൂഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള മെറ്റീരിയൽസൊക്കെ അടങ്ങിയിട്ടുള്ള എന്തെങ്കിലും കമ്പോണൻസ് പാർട്ടിക്കിൾസൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് സ്പില്ലായി പോവുകയാണ്, പുറത്തോട്ട് വീഴുവാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ചെയ്യേണ്ടത് ഇൻ കേസ് ഓഫ് സ്പിൽ ഇൻ ദ ലബോറട്ടറി ലീവ് ദ റൂം ഇമ്മീഡിയറ്റ്ലി അല്ലേ. നമ്മൾ റൂമിൻ്റെ പുറത്തോട്ട് പോവുക, എന്നിട്ട് റൂം ലോക്ക് ചെയ്തതിന് ശേഷം അവിടെ ഒരു വാർണിംഗ് സൈൻ വയ്ക്കുക. എന്നിട്ട് നമ്മൾ സൂപ്പർവൈസറിനെ ഇൻഫോം ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ വാർണിംഗ് സൈൻ ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും അൺഫോർച്ചുനേറ്റ്ലി കയറാനുള്ള ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ അതാദ്യം ചെയ്യുക. പിന്നെ നമ്മുടെ ക്ലോത്തിങ്സ് ഒക്കെ കണ്ടാമിനേറ്റഡ് ആയി പോയിന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യുക, പ്രോപ്പർ ബയോഹസാർഡ് കണ്ടെയ്നേഴ്സിലോട്ട് ഇട്ട് കൊടുക്കുക. എന്തിനു വേണ്ടി, അതിനെ പിന്നെ ഡിസ്കാർഡിങ് ആണെങ്കിൽ അങ്ങനെ, അല്ല അതിനെ റീയൂസബിൾ ആണെന്നുണ്ടെങ്കിൽ അതിനെ സാനിറ്റൈസ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. ദെൻ ഒരു 30 മിനിറ്റ്സ് നമ്മൾ വെയിറ്റ് ചെയ്യുക. കാരണം ഇപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് സ്പില്ലേജ് പുറത്തോട്ട് വീണ മെറ്റീരിയലിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ എയറസോൾസൊക്കെ ഇങ്ങനെ അവിടെ ഫുള്ളായിട്ട് ഇങ്ങനെ കിടക്കുമല്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റിൽ ആവാനുള്ളൊരു ടൈം കൊടുക്കുക. ദെൻ നമ്മൾ പുതിയൊരു ഗ്ലൗവും ലാബ് കോട്ടും ഐ പ്രൊട്ടക്ഷനും ഒക്കെ വെയർ ചെയ്തിട്ട് ഉള്ളിലോട്ട് വരിക. എന്നിട്ട് കെയർഫുള്ളി നമ്മൾ എന്ത് ചെയ്യുക, ടവൽസ് ആ സ്പില്ലിൻ്റെ മേലോട്ട് പ്ലേസ് ചെയ്യുക. ഓക്കെ, ആൻഡ് പോർ ദ ഡിസിൻഫെക്റ്റൻറ്റ് ലിബറലി ഇൻ ടു ദ ടവൽ ആൻഡ് അറൗണ്ട് ദ സ്പിൽ. ആ ടവലിൻ്റെ മേലോട്ടും അതുപോലെ സ്പില്ലേജ് നടന്ന ആ ഭാഗത്തിൻ്റെ ചുറ്റിലായിട്ട് ഡിസിൻഫെക്റ്റൻറ്റ് സ്പ്രേ ചെയ്ത് പോർ ചെയ്ത് കൊടുക്കുക. യൂസ് മോർ കോൺസെൻട്രേറ്റഡ് ഡിസിൻഫെക്റ്റൻറ്റ് ഇഫ് ദ വോളിയം ഓഫ് മെറ്റീരിയൽ വിൽ സിഗ്നിഫിക്കൻ്റ്ലി ഡയലൂട്ട് ദ ഡിസിൻഫെക്റ്റൻറ്റ്. അലോ 15 to 20 മിനിറ്റ്സ് കോൺടാക്ട് ടൈം. ആ ഒരു ഡിസിൻഫെക്റ്റൻറ്റിന് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം വേണ്ട. ആ ഒരു കോൺടാക്ട് ടൈം ഒരു 15 to 20 മിനിറ്റ്സ് കൊടുക്കുക. എന്നിട്ട് യൂസ് ഫോർസെപ്സ് ടു പ്ലേസ് ഷാർപ്പ് ഓബ്ജക്ട്സ് into a sharp container using a dustpan and dust broom, tongs, etc. Transfer all contaminated material, paper towels, gloves, labware, etc. biohazard waste containers for removal. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്താണ് ചെറിയ ഫോർസെപ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഷാർപ്പായിട്ടുള്ള ഓബ്ജക്ട്സിനെയൊക്കെ എടുത്ത് ഷാർപ്പുകൾ മൂർച്ചയുള്ള സാധനങ്ങൾ വേസ്റ്റുകൾ ഇടുന്ന കണ്ടെയ്നർ ഉണ്ടാവുമല്ലോ, അതിൻ്റെ അകത്തോട്ട് ഇടുക. പിന്നെ നമ്മളൊരു ഡസ്റ്റ് പാനും ഡസ്റ്റ് ബ്രൂമൊക്കെ യൂസ് ചെയ്തിട്ട് ബാക്കിയുള്ള മെറ്റീരിയൽസ് എന്ത് ചെയ്യുക, നമ്മൾ ബയോഹസാർഡ് വേസ്റ്റ് കണ്ടെയ്നേഴ്സിൻ്റെ ഉള്ളിലോട്ടും പ്ലേസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം, വൈപ്പ് സറൗണ്ടിങ് സർഫസസ് വിത്ത് ഡിസിൻഫെക്റ്റൻറ്റ് ടു കവർ ഓൾ സ്പ്ലാഷ് ഏരിയസ്. അവിടെ എവിടെയെങ്കിലുമൊക്കെ സ്പ്ലാഷസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാത്തിനെയും ഡിസിൻഫെക്റ്റൻറ്റ് യൂസ് ചെയ്ത് നന്നായിട്ട് വൈപ്പ് ഓഫ് ചെയ്യുക. പിന്നെ വൈപ്പ് ഫ്ലാറ്റ് സർഫസസ് ടു റിമൂവ് എനി മെറ്റീരിയൽ ദാറ്റ് മേ ഹാവ് സ്പ്ലാഷ്ഡ് ഔട്ട് ആൻഡ് സെറ്റിൽഡ് ഓൺ ദോസ് സർഫസസ്. പ്ലേസ് ഓൾ കണ്ടാമിനേറ്റഡ് മെറ്റീരിയൽസ് ഇൻക്ലൂഡിംഗ് പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ് ഇൻ ടു ആൻ ഓട്ടോക്ലേവ് ബാഗ് ഓർ ഡിസിൻഫെക്റ്റൻറ്റ് ഓർ ഡിസ്പോസ്ഡ് ഓഫ് ഇൻ ബയോഹസാർഡ് കണ്ടെയ്നർ. വാഷ് ഹാൻഡ് വിത്ത് സോപ്പ് ആൻഡ് വാട്ടർ. ഇതെല്ലാം ചെയ്തതിന് ശേഷം അപ്പോൾ നമ്മുടെ സ്പില്ലേജ് വീഴുന്ന ഭാഗം മുഴുവൻ ഇപ്പോൾ ഡിസിൻഫെക്റ്റഡ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താണ് കൈയെല്ലാം എന്ത് ചെയ്യുക, നന്നായിട്ട് സോപ്പ് സൊല്യൂഷൻ വെച്ച് വാഷ് ചെയ്ത് എടുക്കുക. അപ്പോൾ ഇതാണ് നമുക്ക് സ്പില്ലേജ് സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യേണ്ട കാര്യം.
ഇനി അടുത്ത് നമ്മൾ നേരത്തെ ബയോ ഹസാർഡ് ബയോമെഡിക്കൽ വേസ്റ്റിൻ്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഈ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ 2 തരത്തിലുള്ള വേസ്റ്റുകൾ വരാറുണ്ട്. ഒന്ന് ജനറൽ വേസ്റ്റ്, അതിൽ എല്ലാ തരത്തിലുള്ള എന്ത് വേസ്റ്റുകളും ഇപ്പോൾ പേപ്പർ ആണെങ്കിൽ പോലും അതും ജനറൽ വേസ്റ്റിലോട്ട് വരും. അതെല്ലാം നമ്മൾ ഒരു ബ്ലാക്ക് കളർ ബാഗിൻ്റെ ഉള്ളിൽ കെട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, മുനിസിപ്പൽ വേസ്റ്റിൻ്റെ ട്രീറ്റ്മെൻറ്റിലോട്ട് വിടും. ഇനി മറ്റ് ബയോമെഡിക്കൽ വേസ്റ്റുകൾ, അതായത് എന്തെങ്കിലും ഇൻഫെഷ്യസ് ആയിട്ടുള്ള ചാൻസ് ഉള്ള ഐറ്റംസ് ഉണ്ടാവുമല്ലോ, സോ അതിനെയൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ആദ്യം സെഗ്രിഗേറ്റ് ചെയ്യണം. അപ്പോൾ സെഗ്രിഗേറ്റ് ചെയ്യുന്ന കവറിൻ്റെയൊക്കെ കളർ കോഡഡ് കണ്ടെയ്നേഴ്സൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു. ഇനി അതിന് ശേഷം എന്ത് ചെയ്യണം, ഈ സെഗ്രിഗേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് തന്നെ ഒന്ന് അതിൻ്റെ ഡിസ്പോസൽ മെത്തേഡ്സ് ഒന്നുകൂടെ ഈസി ആക്കാൻ വേണ്ടിയിട്ട്, പിന്നെ രണ്ടാമത്തേത് പിന്നെ ഒരു എല്ലാ ഈ ഇപ്പം നമ്മളിങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്ത് മാറ്റുന്ന ബയോമെഡിക്കൽ വേസ്റ്റിലെ എല്ലാ വേസ്റ്റുകളും ഇൻഫെക്ഷ്യസ് ആവണമെന്നില്ല. ഓക്കെ, അപ്പോൾ അതിൽ ചിലപ്പോൾ ഒരു 25% ആയിരിക്കും ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ളത്. അത് നമ്മൾ എല്ലാമായിട്ടും കൂട്ടിക്കലർന്ന് കടന്നു കഴിഞ്ഞാൽ എല്ലാം എന്തായി പോവും, ഇൻഫെക്ഷ്യസ് ആയിട്ട് പോകും. സോ അതിന് വേണ്ടിയിട്ടൊക്കെയാണ് നമുക്ക് ഈ പ്രോപ്പർ സെഗ്രിഗേഷൻ മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്ത് എടുക്കുന്ന മെറ്റീരിയൽസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ വേസ്റ്റുകളെ നമുക്ക് ഇങ്ങനെ ഈ ഒരു പറഞ്ഞല്ലോ, ഈ കളക്ഷൻ ബാഗ്സിൽ എടുക്കുന്ന കാര്യം. അപ്പോൾ അവിടെ ആ ബാഗുകളുടെ ഫ്രണ്ടിൽ ബയോ ഹസാർഡിൻ്റെ സിമ്പൽ ഉണ്ടായിരിക്കണം. ബയോ ഹസാർഡോ അല്ലെങ്കിൽ സൈറ്റോടോക്സിക് ആയിട്ടുള്ള സിമ്പൽ ഉണ്ടാവണം. പിന്നെ നമ്മൾ ഇതിനെ ചില മെറ്റീരിയൽസ് നമുക്ക് പ്രീ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും. അതായത് ഇപ്പോൾ ബ്ലഡ് സ്പെസിമെൻസോ പിന്നെ മൈക്രോബയോളജി വേസ്റ്റുകളൊക്കെ വരുന്നതൊക്കെ നമ്മൾ പ്രീ ട്രീറ്റ് ചെയ്യണം. അതായത് ചിലപ്പോൾ ക്ലോറിനേറ്റ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ചിലതിനെ സ്റ്റെറിലൈസ് ചെയ്തെടുക്കുന്ന തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് ആവാം. സോ ഏതാണോ പ്രീ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് അത് യൂസ് ചെയ്ത് അതിനെ ട്രീറ്റ് ചെയ്ത് ഡിസിൻഫെക്റ്റഡ് ആക്കുക. ദെൻ നമുക്ക് ഇവരെ എന്ത് ചെയ്യാൻ പറ്റും, ഒന്നുകിൽ ഇൻസിനറേറ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ കത്തിച്ച് കളയുന്ന പ്രോസസ്സാണ് ഇൻസിനറേഷൻ. പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡീപ്പ് ബരിയൽ, അല്ലേ, നല്ല ഡീപ്പായിട്ടുള്ള ഇങ്ങനെ കുഴിച്ചു മൂടുന്ന ആ ഒരു പ്രോസസ്സും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഒന്നുകിൽ ഹോസ്പിറ്റൽസിൽ ഡയറക്റ്റായിട്ട് ചെയ്യുന്നതുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വേറെ ട്രീറ്റ്മെൻറ്റ് ഏജൻസീസ് വന്ന് സാമ്പിൾ കളക്ട് ചെയ്ത് കൊണ്ടുപോയി അവർ അതിൻ്റേതായിട്ടുള്ള പ്രോട്ടോക്കോൾ പാലിച്ച് ചെയ്യുന്നവരും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. പിന്നെ ലാൻഡ് ഫില്ല് ചെയ്യുന്ന സമയത്ത് ഈ ഷാർപ്പായിട്ടുള്ള ഓബ്ജക്ട്സിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ബിറ്റ്സിലായിരിക്കും അവർ ലാൻഡ് ഫിൽ ചെയ്ത് മാറ്റുന്നത്. പിന്നെ സേഫ്റ്റി മെഷേഴ്സിൻ്റെ കാര്യം, അതായത് ഈ ഹെൽത്ത് കെയർ വർക്കേഴ്സൊക്കെ PPE ധരിച്ചിരിക്കണം. ദാറ്റ് മീൻസ് പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെൻറ്റ്സ് ധരിച്ചിരിക്കണം. അതിലാണ് ഈ ഗ്ലൗസും മാസ്കും പ്രൊട്ടക്റ്റീവ് ഗ്ലാസസും ഏപ്രൺസും പിന്നെ അവരുടെ ബൂട്ട്സും പിന്നെ അവർ ഈ ഹെപ്പറ്റൈറ്റിസ് അതുപോലെ ടെറ്റനസിനൊക്കെ എഗൻസ്റ്റ് ആയിട്ടുള്ള വാക്സിനേറ്റഡ് ആയിട്ടുണ്ടായിരിക്കണം, വാക്സിൻസ് എടുത്തിട്ടുള്ളവരായിരിക്കണം. സോ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ ഇനി നമുക്ക് നോക്കാനുള്ളത് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ഓക്കെ, നമ്മളിപ്പോൾ ലാബിൽ യൂസ് ചെയ്യുന്ന ഇൻക്യുബേറ്റേഴ്സൊക്കെ യൂസ് ചെയ്യുന്നുണ്ടല്ലേ. ഇൻക്യുബേറ്റർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു 37 ഡിഗ്രി സെൽഷ്യസിൽ ഏതെങ്കിലും ഒരു സാമ്പിളിനെ നമുക്ക് കീപ്പ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു ഇപ്പോൾ മൈക്രോബയോളജിയിലേക്ക് നമ്മൾ ഈ കൊളൈൻ്റെ കൾച്ചറൊക്കെ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഏത് കൾച്ചർ ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇൻക്യുബേറ്റേഴ്സ് വേണം. നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ടാണ് പെട്രി ഡിഷിനെ വെക്കുന്നത്, കൾച്ചർ പ്ലേറ്റ്സിനെ വെക്കുന്നത്. അപ്പോൾ ആ ഒരു ടെമ്പറേച്ചർ അവിടെ യൂണിഫോമായിട്ട് ഒരു 24 hours അല്ലെങ്കിൽ 48 hours അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് അവർക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെയാണ് അവരുടെ ഗ്രോത്ത് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെ നമുക്ക് ഓരോ ലാബ് ടെസ്റ്റിനനുസരിച്ചിട്ട് നമുക്ക് പലതരത്തിലുള്ള ടെമ്പറേച്ചർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് വേണ്ടി വരും. ചില ടെസ്റ്റുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് റൂം ടെമ്പറേച്ചർ തന്നെ മതിയാവും. ചില ടെസ്റ്റുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ ലൈക്ക് 22 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 25 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 37 ഡിഗ്രി സെൽഷ്യസ്, അങ്ങനെ ഈ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ തന്നെ ഇത്രയും ഒരു ടൈം ഡ്യൂറേഷനിൽ അവരെ കീപ്പ് ചെയ്യേണ്ടി വരും. ഓക്കെ, അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന അത്തരം സന്ദർഭത്തിൽ നമ്മൾ ആ ടെമ്പറേച്ചർ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റാണ് ഇൻക്യുബേറ്റേഴ്സ് എന്ന് പറയുന്നത്. അടുത്തത് സെൻട്രിഫ്യൂഗേഷൻ ആണ്. നമ്മളിപ്പോൾ പല ഡെൻസിറ്റിയിലുള്ള പാർട്ടിക്കിൾസിനെ അതിൻ്റെ ആ ഒരു ഡെൻസിറ്റീൻ്റെ വ്യത്യാസത്തിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പാർട്ടിക്കിൾസിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് സെൻട്രിഫ്യൂജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ഒരു ഹൈ സ്പീഡ് എന്തിലാണ് ഒരു റോട്ടർ ഉണ്ടാവും, ഒരു ബേസ് ഉണ്ടാവും, പിന്നെ ഒരു ലിഡ് ഉണ്ടാവും. അപ്പോൾ ഈ ലിഡ് തുറന്ന് നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട്
അതിലോട്ട് സാമ്പിൾസിനെ കീപ്പ് ചെയ്യും. സാമ്പിൾസിനെ ഇങ്ങനെ പ്ലേസ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, അതിനൊന്ന് ലിഡ് ക്ലോസ് ചെയ്യുന്നു, എന്നിട്ട് സ്പിന്നിങ് സ്റ്റാർട്ട് ചെയ്യിക്കും. അപ്പോൾ അത്രയും ഒരു ഫാസ്റ്റായിട്ട് ഇവരിങ്ങനെ സ്പിൻ ചെയ്യുമ്പോൾ എന്ത് പറ്റും, അതിലെ പാർട്ടിക്കിൾസ് അതിൻ്റെ ഡെൻസിറ്റി ഡിഫറൻസിനനുസരിച്ച് പല പല ഭാഗത്തായിട്ട് വന്ന് സെറ്റിലാവും. സോ നമുക്ക് ഈ ട്യൂബിൽ കണ്ടോ, ഇവിടെ ഈ രണ്ട് പോർഷൻ, ഇതിപ്പം ആദ്യം ഒരു യൂണിഫോം ആയിട്ടിരുന്ന ലിക്വിഡാണ്, അത് പിന്നെ സെൻട്രിഫ്യൂഗേഷൻ കഴിയുമ്പോൾ നമുക്ക് ഓരോ പോർഷനായിട്ട് ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. നമ്മളിപ്പോൾ ബ്ലഡിൻ്റെ പ്ലാസ്മയൊക്കെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പലതരത്തിലുള്ള ബ്ലഡിലെ കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്യാനൊക്കെ നമുക്ക് സെൻട്രിഫ്യൂഗേഷൻ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ വരുന്നത് നമ്മുടെ സെമി ഓട്ടോ അനലൈസേഴ്സ്. ഇപ്പോൾ നമ്മൾ ഇതില്ലേ ലാബിലെ ബയോകെമിക്കൽ പാരാമീറ്റേഴ്സൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അനലൈസറാണ്, ഇൻസ്ട്രുമെൻ്റാണ് ഈ പറയുന്ന ഓട്ടോ അനലൈസേഴ്സ്. അതിൽ ഈ സെമി ഓട്ടോ അനലൈസർ എന്ന് പറയുമ്പോൾ ഇവിടെ സാമ്പിൾ മിക്സിങ്ങും പിന്നെ റിയേജൻ മിക്സിംഗ് ഒക്കെ ചെയ്യുന്നത് മാനുവലായിട്ടായിരിക്കും. പിന്നെ ഇതിൻ്റെ കാൽക്കുലേഷൻ കാര്യങ്ങളൊക്കെ ഇൻസ്ട്രുമെൻ്റ് ആയിരിക്കും. എന്താണ് കാൽക്കുലേഷന് റിപ്പോർട്ടിംഗ് ഒക്കെ ചെയ്യുന്നത് ഇൻസ്ട്രുമെൻ്റ് ആയിരിക്കും. സോ ഇതാണ് സെമി ഓട്ടോ അനലൈസർ. ഇനി വരുന്നത് കളറിമീറ്ററാണ്. കളറിമീറ്റർ എന്ന് പറയുമ്പോൾ ഇവിടെ ഈ ഒരു ഇൻസ്ട്രുമെൻ്റ് വർക്ക് ചെയ്യുന്നത് ലൈറ്റ് എനർജിയും അതുപോലെ കളേർഡ് സൊല്യൂഷൻസും തമ്മിലുള്ള ആ ഒരു ഇൻട്രാക്ഷൻ്റെ ഫലമായിട്ടാണ്. ഓക്കെ, ഇതിൻ്റെ പ്രിൻസിപ്പിൾ വരുന്നത് ബിയർ ലാംബേർട്ട്സ് ലോ ആണ്. ബിയർ ലാംബേർട്ട്സ് ലോ സ്റ്റേറ്റ് ചെയ്യുന്നത് അബ്സോർബൻസ് ഓഫ് എ സൊല്യൂഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി കോൺസെൻട്രേഷൻ ഓഫ് ദി അബ്സോർബിംഗ് സബ്സ്റ്റൻസ് ഇൻ ദ സൊല്യൂഷൻ ആൻഡ് ദ പാത്ത് ലെങ്ത്. ഓക്കെ, അപ്പോൾ ബിയർ ലാംബേർട്ട്സ് ലോ ബേസിലാണ് ഈ ഒരു കളറിമീറ്റർ വർക്ക് ചെയ്യുന്നത്. അത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കളേർഡ് സൊല്യൂഷനിലൂടെ എന്താണ് ലൈറ്റ് പാസ് ചെയ്ത് പോകുമ്പോൾ ഉള്ള അവിടുത്തെ അബ്സോർബൻസ് എന്ന് പറയുന്നത് ആ സൊല്യൂഷൻ്റെ എന്താണ് കോൺസെൻട്രേഷൻ, അതിലെ സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷനും അതുപോലെ പാത്ത് ലെങ്ത് അല്ലെങ്കിൽ ആ തിക്നെസ്സുമായിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് എന്നാണ് ഈ ഒരു ലോ പറയുന്നത്. അപ്പം നമുക്ക് ഇതിനെ, ഈ ഒരു ഇൻസ്ട്രുമെൻറ്റിനെ യൂസ് ചെയ്യാൻ പറ്റുന്നത് ഫോർ ദി ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ഓഫ് കളേർഡ് സാമ്പിൾസ്, കളേർഡ് കോമ്പൗണ്ട്സ്. ഓക്കെ, കളേർഡ് കോമ്പൗണ്ട്സിൻ്റെ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിന് വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ 3 പാർട്സ് ഉണ്ടാവും. അതായത് ഒരു ലൈറ്റ് സോഴ്സ് ഉണ്ടാവും, പിന്നെ ഒരു ഫിൽറ്റർ, ഏത് വേവ് ലെങ്ത് ആണോ വേണ്ടത് അതിനെ എടുക്കാൻ വേണ്ടിയിട്ടൊരു ഫിൽറ്റർ, പിന്നെ ഒരു ക്യുവറ്റ് ഉണ്ടാവും. ഇതാണ് ക്യുവറ്റ്. ഇതിലാണ് നമ്മൾ സാമ്പിൾ ഒഴിക്കുന്നത്. സാമ്പിൾ കണ്ടെയ്നിങ് ഒരു ക്യുവറ്റ് ഉണ്ടാവും, പിന്നെ ഒരു ഫോട്ടോ സെല്ലും കൂടെ ഉണ്ടാവും. ഫോട്ടോ സെല്ലിലാണ് എത്ര ലൈറ്റാണ് ട്രാൻസ്മിറ്റഡ് ആയത് എന്നുള്ളതിൻ്റെ റിസൾട്ട് ഫോട്ടോ സെല്ലിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു കളറിമീറ്റർ. പിന്നെ ഉള്ളത് മൈക്രോ പിപ്പറ്റ് കൂടുതലായിട്ട് നമ്മൾ റിസർച്ച് ലാബുകളിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. മൈക്രോ പിപ്പറ്റ് നമുക്കിപ്പോൾ സിംഗിൾ ചാനലായിട്ടും മൾട്ടി ചാനലായിട്ടും ഉണ്ട്. ഇതിപ്പോൾ ഒരു സിംഗിൾ ചാനൽ മൈക്രോ പിപ്പറ്റാണ്. അപ്പോൾ ഈ മൈക്രോ പിപ്പറ്റിൻ്റെ യൂസ് എന്ന് പറയുന്നത്, നമുക്ക് സാധാരണ നമ്മൾ കെമിസ്ട്രി ലാബിലൊക്കെ വലിയ പിപ്പറ്റ് കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അത് നമ്മൾ +2 യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഓഫ് ലിക്വിഡിനെ നമ്മൾ ഒന്നിൽ നിന്ന് വേറൊന്നിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാനാണ്. അപ്പോൾ ഇവിടെ ഈ മൈക്രോ പിപ്പറ്റിൻ്റെ യൂസേജ് വരുന്നത് സ്മോൾ ക്വാണ്ടിറ്റി അല്ലെ സ്മോൾ എമൗണ്ട്സ് ഓഫ് ലിക്വിഡ്സിൻ്റെ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതായത് മൈക്രോ ലെവലിൽ, ലൈക്ക് നമുക്കൊരു 1 മൈക്രോ ലിറ്റർ മുതൽ 10 മൈക്രോ ലിറ്റേഴ്സ് വരെയുള്ള മൈക്രോ പിപ്പറ്റ്സ് ഉണ്ട്. അതിനേക്കാൾ കൂടിയതും ഉണ്ട്. 5 ml മൈക്രോ പിപ്പറ്റ്സും അവൈലബിൾ ആണ്. പക്ഷെ അതൊക്കെ നമ്മൾ അത്ര കോമൺ ആയിട്ട് യൂസ് ചെയ്തില്ല. 1 to 1000 മൈക്രോ ലിറ്റേഴ്സിൻ്റെതാണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് വർക്ക് ചെയ്യുന്നത് ആ ഒരു എയർ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിളിലാണ്. ഇതിൽ നിന്ന് നമ്മൾ ലിക്വിഡിനെ എടുക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു മൈക്രോ പിപ്പറ്റിൻ്റെ അറ്റത്ത് ടിപ്സ് കണ്ടോ, ഈ ടിപ്പ് നമ്മളൊരു ടിപ്പ് ബോക്സിൻ്റെ അകത്തായിരിക്കും ടിപ്സ് മാത്രമായിട്ട് വരുന്നത്. ബ്ലൂ കളറിലുണ്ട്, ക്ലിയർ ആയിട്ടുള്ള ടിപ്സ് ഉണ്ട്, യെല്ലോ കളറിലുള്ള ടിപ്സ് ഉണ്ട്. അപ്പോൾ ഈ ടിപ്സൊക്കെ ഓൾറെഡി സ്റ്റെറിലൈസ് ചെയ്തായിരിക്കും വരുന്നത്. ഇതിനെ നമ്മൾ ബയോസേഫ്റ്റി ക്യാബിനറ്റിൻ്റെ ഉള്ളിലൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു മൈക്രോ പിപ്പറ്റിനെ ഫസ്റ്റ് ആ ടിപ്പിലോട്ട് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് ഒന്ന് റിജിഡാക്കി അതിനൊന്ന് ഉറപ്പിച്ചതിന് ശേഷം നമ്മളതിനെ പുറത്തിങ്ങനെ എടുത്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഏത് റിയേജൻറ്റിനെയാണോ നമുക്ക് ഡിസ്പെൻസ് ചെയ്യേണ്ടത് അതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ ഇതിനെ പയ്യെ താഴ്ത്തും. ഓക്കെ, താഴ്ത്തുമ്പോൾ ഇതിൻ്റെ ഈ മേലുള്ള ഈ പ്ലഞ്ചർ പോർഷൻ ഉണ്ടല്ലോ, ഇതിനൊരു പ്രസ് കൊടുത്തിട്ടാണ് നമ്മൾ താഴ്ത്തുന്നത്. താഴ്ത്തി ആ ലിക്വിഡിൻ്റെ സർഫസിലോട്ട് ടച്ചായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഈ നമ്മൾ അമർത്തിയ
പ്ലഞ്ചറിനെ ഒന്ന് റിലീസ് ചെയ്ത് കൊടുക്കും. റിലീസ് ചെയ്യുന്നതിനനുസരിച്ച് ഈ നമ്മളുടെ എന്താണ് സൊല്യൂഷൻ മുകളിലോട്ട് കയറും. ഓക്കെ, ഇവിടെ നമുക്ക് വോളിയമൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എത്ര വോളിയമാണ് വേണ്ടത്, ഇപ്പം 1 മൈക്രോ ലിറ്റർ ആണോ, അല്ലെങ്കിൽ 20 മൈക്രോ ലിറ്റർ ആണോ, അല്ലെങ്കിൽ ഒരു 1.5 മൈക്രോ ലിറ്റർ ആണോ, എല്ലാം നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ അങ്ങനെ ഒന്ന് റിലീസ് ചെയ്ത് കൊടുത്ത് നമ്മുടെ സൊല്യൂഷൻ മുകളിലോട്ട് കയറിയിട്ടുണ്ട്. ദെൻ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പം വേറൊരു ടെസ്റ്റ് ട്യൂബിലോട്ടാണ് ഡിസ്പെൻസ് ചെയ്യേണ്ടതെന്ന് വെച്ചോ. അപ്പോൾ ആ ഒരു ടെസ്റ്റ് ട്യൂബിൻ്റെ ഒരു സൈഡിലായിട്ട് നമ്മൾ ഈ ഒരു ടിപ്പിനെ ഇങ്ങനെ ഒന്ന് അങ്ങോട്ട് ഇറക്കി ഒന്ന് ടച്ചാക്കിയതിന് ശേഷം മെല്ലെ ആദ്യം ചെയ്തതുപോലെ തന്നെ ഈ ഒരു പ്ലഞ്ചറിനെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ അതിലൊരു ഫസ്റ്റ് സ്റ്റോപ്പും ഉണ്ട്, പിന്നെ രണ്ടാമത്തെ ഒരു സ്റ്റോപ്പും കൂടെ ഉണ്ട്. ആദ്യത്തെ സ്റ്റോപ്പിൽ തന്നെ നമ്മളെടുത്ത സൊല്യൂഷൻ മുഴുവനും ഡിസ്പെൻസ് ആയിട്ടുണ്ടാവും. ഇനി ഏതെങ്കിലും ഒരു ഡ്രോപ്പെങ്കിലും അവിടെ റിമൈനിങ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സെക്കൻഡ് പ്രസ്സും കൂടെ ചെയ്യുക, അതായത് ഒരു സെക്കൻഡ് സ്റ്റോപ്പും കൂടെ ഇവിടെ ഉണ്ടാവും. അപ്പോൾ ബാക്കിയും കൂടി പുറത്തോട്ട് പോകും. എന്നിട്ട് നമുക്കിതിൻ്റെ ഈ ഒരു പോർഷനിൽ ടച്ച് ചെയ്തിട്ട് പ്രസ് ചെയ്തിട്ട് ഈ ടിപ്പിനെ ഇജക്റ്റ് ചെയ്ത് മാറ്റാനും പറ്റും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ മൈക്രോ പിപ്പറ്റിൻ്റെ കാര്യം വരുന്നത്. ഇനി നമുക്ക് ഡിസ്റ്റിലേഷൻ ആൻഡ് അയണൈസേഷൻ അപ്പാരറ്റസ് നോക്കാം. ഇതിൽ വരുന്നത് എന്താണ്, നമ്മളിപ്പോൾ ലാബിലൊക്കെ യൂസ് ചെയ്യുന്ന വാട്ടർ എന്ന് പറയുന്നത് അതിൽ ഒന്നുകിൽ അയോൺസ് ഒക്കെ ഫ്രീ ആയിട്ടുള്ള വെള്ളമായിരിക്കും, അല്ലെങ്കിൽ ഡിസ്റ്റിൽഡ് വാട്ടർ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അപ്പാരറ്റസ് ആണ് ഈ ഡിസ്റ്റിലേഷൻ അപ്പാരറ്റസും അതുപോലെ ഡീഅയണൈസേഷൻ അപ്പാരറ്റസും. ഡിസ്റ്റിലേഷൻ അപ്പാരറ്റസിൽ നമുക്ക് കിട്ടുന്നത് ഡിസ്റ്റിൽഡ് വാട്ടറാണ്. അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സാണ് നടത്തുന്നത്. അതെന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഇംപ്യൂർ ആയിട്ടുള്ള വാട്ടർ. ഓക്കെ, ഇംപ്യൂർ വാട്ടറിനെ നമ്മൾ ബോയിൽ ചെയ്തിട്ട് അപ്പോഴത്തേക്കും കുറേ സ്റ്റീം വെളിയിലോട്ട് വരുമല്ലോ. ആ സ്റ്റീമിനെ നേരെ ഒരു കോൾഡ് സർഫസ് അല്ലെങ്കിൽ ഒരു കണ്ടൻസറിലോട്ട് കടത്തി അതിനെ കണ്ടൻസ് ചെയ്യിച്ച് ആ കിട്ടുന്ന പ്യുവർ വാട്ടറിനെയാണ് നമ്മൾ ഡിസ്റ്റിൽഡ് വാട്ടർ എന്ന് പറയുന്നത്. ഒരുപാട് നമ്മൾ ഏകദേശം ലാബിൻ്റെ വർക്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്, എല്ലാ വർക്കുകളും ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഈ ഡിസ്റ്റിൽഡ് വാട്ടർ തന്നെയാണ്. അപ്പോൾ ഇതിൽ പക്ഷേ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത്, എന്തെങ്കിലും നോൺ വോളറ്റൈൽ ആയിട്ടുള്ള ഓർഗാനിക് അല്ലെങ്കിൽ ഇനോർഗാനിക് മെറ്റീരിയൽസ് ആണെങ്കിൽ മാത്രമേ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. Distillation does not remove dissolved ionized gases such as ammonia, carbon dioxide and chlorine. Distilled water should be clear, colorless and odorless. ഇനി ഡീഅയണൈസർ നോക്കാം. ഡീഅയണൈസർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, വെള്ളത്തിലെ അയോൺസിനെ കംപ്ലീറ്റ് മാറ്റി അയോൺ ഫ്രീ വാട്ടർ ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അപ്പാരറ്റസ് ആണ് ഡീഅയണൈസർ. ഡീഅയണൈസേഷൻ പ്രോസസ്സിൽ എന്താണ്, in which chemically impure water is passed through anion and cation exchange resins to produce ion free water. ഇവിടെ യൂസ് ചെയ്യുന്നത് ആനയോൺ അല്ലെങ്കിൽ കാറ്റോൺ എക്സ്ചേഞ്ച് റെസിൻസാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇങ്ങനെ നമുക്ക് കിട്ടുന്ന വാട്ടറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലോ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ആയിരിക്കും, നിയർ ന്യൂട്രൽ pH ആൻഡ് ഈസ് ഫ്രീ ഫ്രം വാട്ടർ സോല്യുബിൾ സോൾട്ട്സ് ബട്ട് ഈസ് നോട്ട് സ്റ്റെറൈൽ അല്ല, പക്ഷേ ബാക്കിയുള്ള അയോൺസ് കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് റിമൂവ് ആയിട്ടുണ്ടാവും. ഇനി നമ്മൾ ലാബിൽ യൂസ് ചെയ്യുന്ന പലതരത്തിലുള്ള ഡിസിൻഫെക്റ്റൻസിനെ നോക്കാം. ആൽക്കഹോൾസ് യൂസ് ചെയ്യുന്നുണ്ട്, ആൽഡിഹൈഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്, ഫീനോൾ, ഹാലജൻസ്, ഇങ്ങനെ കുറേ പേര് വരുന്നുണ്ട്. അപ്പോൾ ആൽക്കഹോളിൽ വരുന്നത് ഈഥൈൽ ആൽക്കഹോൾ, ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ, മീഥൈൽ ആൽക്കഹോൾ, പിന്നെ 70% ഈഥൈൽ ആൽക്കഹോൾ ഈസ് യൂസ്ഡ് ആസ് ആൻറ്റിസെപ്റ്റിക് ഓൺ സ്കിൻ. ആൽഡിഹൈഡ്സിൽ വരുന്നത് ഫോർമാൽഡിഹൈഡ്, ഗ്ലൂട്രാൽഡിഹൈഡ്, ദെൻ ഫീനോളിൽ വരുന്നത് 5% ഫീനോൾ, ഗ്രിസോൾ, ലൈസോൾ, ക്ലോർഹെക്സിഡിൻ, ദെൻ ഹാലജൻസിൽ ക്ലോറിൻ കോമ്പൗണ്ട്സ് യൂസ് ചെയ്യാം, അയഡിൻ കോമ്പൗണ്ട്സ് യൂസ് ചെയ്യാം, ഹെവി മെറ്റൽസിൽ മെർക്കുറി ക്ലോറൈഡ്, സിൽവർ നൈട്രേറ്റ്, കോപ്പർ സൾഫേറ്റ്, ദെൻ സർഫസ് ആക്റ്റീവ് ഏജൻസ് ആയിട്ട് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, ദെൻ ഡൈസിൽ വരുന്നത് അനിലീൻ ഡൈസ്, ക്രിസ്റ്റൽ വയലറ്റ്, മലക്കറ്റ് ഗ്രീൻ, ബ്രില്ലിൻ ഗ്രീൻ, പിന്നെ എഥിലീൻ ഓക്സൈഡ്, പിന്നെ ബീറ്റ പ്രൊപ്പിയോലാക്ടോൺ. ഇതൊക്കെയാണ് നമ്മൾ ഡിഫറെൻറ്റ് കെമിക്കൽസ് യൂസ്ഡ് ആസ് ഡിസിൻഫെക്റ്റൻറ്റ്സ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഫസ്റ്റ് മോഡ്യൂളിൽ വരുന്ന കാര്യങ്ങൾ. നോട്ട്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. നമ്മുടെ ആപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ തന്നിട്ടുണ്ട്. ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കോഴ്സ് പർച്ചേസ് ചെയ്യാം, പഠിക്കാം. പിന്നെ നാളെ മുതൽ നമ്മൾ MCQs സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു 1000-ഓളം MCQs നിങ്ങൾക്ക് കവർ ആവും ഈ ഒരു റിവിഷൻ കഴിയുന്ന സമയത്ത്. അപ്പോൾ എല്ലാവരും നന്നായിട്ടിരുന്ന് പഠിക്കാം. താങ്ക് യു.